بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ സേവന വഴിയിൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ജീവിതാവസാനം വരെ ഖിദ്മ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വപ്രസിദ്ധമായ അൽ ഉസൂലു സലാസ എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള ഒരു വൈജ്ഞാനിക ദൗറ ഇൽമിയയിലാണ് നാം ഉള്ളത്. അഹ്ലുസുന്നയുടെ അടിസ്ഥാന തത്വങ്ങൾ, വിശ്വാസകാര്യങ്ങളുടെ ഏറ്റവും ബേസിക്കായ കാര്യങ്ങൾ, ഒരു മനുഷ്യന് അനിവാര്യമായും അറിയേണ്ടുന്ന ഫർള് ഐനായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന വളരെ ചെറിയ ഒരു കിതാബാണ് അൽ ഉസൂലു സലാസ എന്നത്. പേജുകൾ കുറവാണെങ്കിലും ആശയം കൊണ്ടതേറെ വലിയതാണ്. ലോകത്തുടനീളം അത് പ്രചരിച്ചു. ലോകത്തെ ഏതാണ്ട് എല്ലാ ഭാഷയിലേക്കും അത് വിവർത്തനം ചെയ്യപ്പെട്ടു. ചെറുതും വലുതുമായ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഈ കിതാബ് അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടു. ധാരാളം ക്ലാസുകൾ, ആയിരക്കണക്കായ ക്ലാസുകൾ ഈ കിതാബ് അടിസ്ഥാനമാക്കി അതിനുശേഷം എല്ലാ കാലങ്ങളിലുമായി ലോകവ്യാപകമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരമൊരു കിതാബാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചക്കെടുക്കുന്ന അൽ ഉസൂലു സലാസ അല്ലെങ്കിൽ സലാസത്തുൽ ഉസൂൽ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഇത് പഠിക്കാനും ഗ്രഹിക്കാനും അമലാക്കി മാറ്റാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും കയ്യിൽ PDF ഉണ്ട്. താഴെ എഴുതാനും കൂടി സൗകര്യത്തിലാണ് അത് അങ്ങനെ പ്രിന്റ് എടുത്തത്. മേലെ കാണുന്ന ആ 2 വരി, ഒരു വരി, അതാണ് കിതാബ്. താഴെയുള്ളത് എഴുതാൻ സൗകര്യത്തിലാണ്. പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അനിവാര്യമായി തോന്നുമല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്യാം. ഇത് പിന്നീട് നിങ്ങൾക്ക് ജീവിതാവസാനം വരെ ഉപയോഗിക്കാൻ പറ്റാവുന്ന റെഫറൻസായി ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല യഥാർത്ഥത്തിൽ ഉസൂലു സലാസ. എന്നാലും നമ്മൾ പരിശ്രമിച്ച് നോക്കുക. ഏതായാലും പൂർത്തിയാവില്ല. ബാക്കി ഇൻഷാല്ലാഹ് നമുക്ക് മറ്റു ഡേറ്റ് കൂടി കണ്ട് 1, 2, 3 ക്ലാസ്, ശരിക്കും 3 ക്ലാസ്സാണ് സാധാരണ ഉസൂലു സലാസയുടെ ഒരു സിസ്റ്റം. ഏതാണെങ്കിലും നമുക്ക് 2 ക്ലാസ് ഉണ്ടെങ്കിലും 3 ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റും. നമുക്ക് ശ്രമിച്ചു നോക്കാം. ആയതായി നമ്മൾ തമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കിതാബിന്റെ രചയിതാവ് നമുക്കെല്ലാം കേട്ടുപരിചയമുള്ള ദഅവത്തിന്റെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണ് ഈ കിതാബ് രചിച്ചതിന്റെ രചയിതാവ്. സൗദി അറേബ്യയിൽ റിയാദിന്റെ ഭാഗമായ നജ്ദ് ഉഴൈന പ്രദേശത്താണ് അദ്ദേഹം ഹിജ്റ 1115 ഷെയ്ഖ് റഹിമഹുള്ള ജനിച്ചത്.
ഹിജ്റ വർഷം 1115 ഒരു വൈജ്ഞാനിക കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിതാവും സഹോദരന്മാരും എല്ലാം ദീന് പഠിച്ച ഇൽമുമായി ബന്ധപ്പെടുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറിയ പ്രായം മുതൽ തന്നെ വലിയ ബുദ്ധിശക്തിയും പഠിക്കാനുള്ള കഴിവുമെല്ലാം അദ്ദേഹത്തിന് പ്രകടമാവുകയും അങ്ങനെ ഒരു 8 വയസ്സിന് 9 വയസ്സ് പ്രായമാകുമ്പോഴേക്കും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹിഫ്ലാക്കുകയും ചെയ്ത മഹാപണ്ഡിതരാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. 10 വയസ്സിന് മുമ്പ് ഖുർആൻ പരിപൂർണമായും അദ്ദേഹം ഹിഫ്ലാക്കിയിട്ടുണ്ട്. അത് പുറമെ കൊച്ചു കൊച്ചു കിതാബുകൾ, ഇതുപോലെയൊക്കെയുള്ള അഖീദയിലും ഫിഖിലുമൊക്കെയുള്ള കൃതികൾ, മത്തനുകൾ എന്ന് പറയും, മുത്തൂൻ എന്ന് പറയും. മത്തനുകൾ അദ്ദേഹം ഒരുപാട് ഹിഫ്ലാക്കിയ മനുഷ്യനാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇല്ലാത്തൊരു ശൈലിയാണ് ഹിഫ്ലുൽ മുത്തൂൻ എന്നത്. ഹിഫ്ലുൽ ഖുർആൻ തന്നെ നമ്മുടെ നാട്ടിൽ അടുത്താണ് വ്യാപകമായ ഇതിന് സാഹചര്യം ഉണ്ടായി വന്നത്. എന്നാൽ ലോകവ്യാപകമായി ഏത് കാലഘട്ടത്തിലും ആദ്യകാലം മുതൽ ഇതുവരെയും ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവെ അവലംബിക്കാറുള്ളത് പലപ്പോഴും ഹിഫ്ലിനെയാണ്. എഴുതി വെക്കുക എന്നുള്ളത് പിന്നീട് വന്നതാണ്. ആദ്യകാലത്ത് ഹിഫ്ലാണ്. സ്വഹാബത്തൊക്കെ ഹിഫ്ലാക്കിയവരാണ്, താബിഈങ്ങൾ ഹിഫ്ലാക്കിയവരാണ്, തമിഴ് താബികൾ ഹിഫ്ലാക്കിയവരാണ്, 4 മദ്ഹബിന്റെ ഇമാമുമാരൊക്കെ ഹിഫ്ലിന് പ്രാമുഖ്യം നൽകിയവരാണ്. എന്ന് മാത്രമല്ല, അവരൊക്കെ ഒരു വേള എഴുത്തിനെ പൊതുവെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കേൾക്കുന്നതെല്ലാം കാണാതെ പഠിക്കുക എന്നതായിരുന്നു അവരുടെയൊക്കെ ശൈലി. പിന്നെ അതിൽ ഒരു ദുർബലത അനുഭവപ്പെടുകയും ആളുകൾക്ക് വ്യത്യസ്തമായ ശുഗലുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോഴാണ് പിന്നെ എഴുത്തിലേക്ക് അവരൊക്കെ മനല്ല മനസ്സോടെ സമ്മതം കൊടുത്തതൊക്കെ എന്ന് കാണാൻ കഴിയും. എന്നാലും ഈ കൊച്ചു കൃതികൾ, മത്തനുകൾ എന്ന് പറയുന്നത് വലിയ ആശയങ്ങളെ ചെറിയ പദങ്ങളിലാക്കി ക്രോഡീകരിച്ച കൊച്ചു കൃതികളുടെ അടിസ്ഥാന മൂലഗ്രന്ഥങ്ങൾ, മുത്തൂൻ ഈ മത്തനുകൾ എന്ന് പറയുക. ആ മത്തന് ഓരോ വാക്കിലും ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും. അത്തരം മത്തനുകളെ ഹിഫ്ലാക്കുക എന്നുള്ളത് ദീന് പഠിക്കുമ്പോൾ ഒരു അടിസ്ഥാന ഭാഗമാണ്. മതവിദ്യാർത്ഥികളോട് പൊതുവെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. മൻ ഹഫിദൽ മുത്തൂൻ നാദൽ ഫുനൂൻ എന്നാണ് പറയുക. മത്തനുകളെല്ലാം ഒരാൾ ഹിഫ്ലാക്കുന്നുവെങ്കിൽ അവിടെ എല്ലാ ഫന്നുകളും നേടാൻ കഴിയുന്ന, എല്ലാ വിജ്ഞാന ശാഖകളും നേടാൻ കഴിയും. മത്തന് ഹിഫ്ലാക്കിയാൽ പിന്നെ അത് കിതാബ് ആവശ്യമില്ല. അത് ഏത് സമയത്തും അത് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും അത് മനസ്സിലെടുക്കാൻ കഴിയും. അവിടെ ഹിഫ്ലാക്കുക എന്നത് പ്രധാനമാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് 10-ാം വയസ്സിൽ ഇമാം മാലിക്കിനെ മുവത്ത ഹിഫ്ലാക്കിയ മനുഷ്യനാണ്. 10 വയസ്സ് പ്രായമാകുമ്പോൾ ഇമാം മാലിക്കിനെ മുവത്ത എന്ന കിതാബ് ഇമാം ഷാഫി ഹിഫ്ലാക്കി. 13-ാമത്തെ വയസ്സിൽ അൽ മബ്സൂത്ത് എന്ന ഫിഖഹിന്റെ കിതാബ് അദ്ദേഹം ഹിഫ്ലാക്കിയിട്ടുണ്ട്. അതൊക്കെ കുറഞ്ഞ ദിവസം കൊണ്ട്. മുവത്ത അദ്ദേഹം ഹിഫ്ലാക്കിയത് 9 രാത്രി കൊണ്ടാണ്. മബ്സൂത്ത് അദ്ദേഹം ഹിഫ്ലാക്കിയത് 1 രാത്രി കൊണ്ടാണ്. ഇശാക്ക് ശേഷം സുബിയാകുമ്പോഴേക്ക് ആ കിതാബ് കംപ്ലീറ്റ് ഹിഫ്ലാക്കി കഴിഞ്ഞു എന്നാണ് ഇമാം ഷാഫിയെ കുറിച്ച് പറയാറുള്ളത്. അവരൊക്കെ അങ്ങനെ കേൾക്കുന്നതെല്ലാം ഹിഫ്ലാക്കുന്ന പ്രകൃതം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഹിഫ്ലിൽ അറിയപ്പെട്ട വലിയ അഗ്രഗണ്യരായ പണ്ഡിതന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് അല്ല നമ്മുടെ വിഷയം. ഏതായിരുന്നാലും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നല്ല ഒരു ഹിഫ്ലിന്റെ കപ്പാസിറ്റിയുള്ള, ഓർമ്മശക്തിയുള്ള ആളായിരുന്നു ചെറിയ പ്രായം മുതൽ തന്നെ. 10 വയസ്സിന് മുമ്പ് വിശുദ്ധ ഖുർആൻ ഹിഫ്ലാക്കി. അതിനുശേഷം അദ്ദേഹം മത്തനുകൾ പലതും അദ്ദേഹം കാണാതെ പഠിച്ചു. ഫിഖ്ഹിലൊക്കെ വലിയ പ്രാവീണ്യം അദ്ദേഹം നേടി. പിന്നീട് ദഅ്വാ രംഗത്ത് അദ്ദേഹം ഇറങ്ങി. ശൈഖുൽ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെയും ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെയും ഒക്കെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മാറ്റമുണ്ടാവുകയും അങ്ങനെ ശരിയായ അറിവിന്റെ സ്രോതസ്സുകൾ അദ്ദേഹം തിരിച്ചറിയുകയും കൂടുതൽ ആ രംഗത്തേക്ക്, കിതാബിലേക്ക്, സുന്നത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി അതിൽ അവഗാഹം നേടുകയും അങ്ങനെ അദ്ദേഹം ദഅ്വാ രംഗത്ത് ഇറങ്ങുകയുമാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ശക്തമായ ദഅ്വത്തുമായി ആ നാടുകളിൽ ഇറങ്ങി പുറപ്പെട്ടു. 1206 തന്റെ 91-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. അതുവരെയും അതിശക്തമായ ദഅ്വാ പ്രവർത്തനങ്ങൾ, ഗ്രന്ഥരചന നിർവഹിച്ചു. മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ നസീഹത്തുകൾ, ഉപദേശങ്ങൾ, ക്ലാസുകൾ, അതേപോലെ പ്രഭാഷണങ്ങൾ, ഓരോ വ്യക്തിയും ചെന്ന് കണ്ട് അവരോട് തൗഹീദ് പറയുന്ന ശൈലികൾ, അങ്ങനെ ജീവിതം തന്നെ ദഅ്വത്ത് കൊണ്ട് സമ്പന്നമാക്കിയ ഇമാമുദ്ദഅ്വ എന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട മഹാപണ്ഡിതനാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്. ഒരുപാട് കൃതികൾ അദ്ദേഹത്തിനുണ്ട്. അധികവും തൗഹീദുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ പലതും. എന്നാൽ അദ്ദേഹം ഫിഖ്, അതേപോലെ തസ്കിയത്ത്, ആ രംഗത്തൊക്കെ അദ്ദേഹത്തിന് ചില കൃതികൾ, ചില വിഷയത്തിൽ മാത്രമായുള്ള കൊച്ചു റിസാലകൾ എല്ലാം അദ്ദേഹത്തിനുണ്ട്. ഇതിലെ ഫത്വകൾ ധാരാളമായി ലഭ്യമാണ്. ഇന്നതെല്ലാം ക്രോഡീകരിച്ച് ഒന്നിച്ച് ഷെയ്ഖിന്റെ രചനകളും അദ്ദേഹത്തിന്റെ റിസാലകളും അദ്ദേഹത്തിന്റെ ഫത്വകളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടും നമുക്കിന്ന് ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ കിതാബുകളിൽ പ്രധാനപ്പെട്ട കിതാബാണ് അൽ ഉസൂലു സലാസ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ഗ്രന്ഥം. 3 അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസി ഫർള് ഐനായി അറിയേണ്ടുന്ന, നിർബന്ധമായും അറിയേണ്ടുന്ന
അടിസ്ഥാനങ്ങളെ പ്രതിപാദിക്കാൻ ഏത് സാധാരണക്കാർക്കും പ്രാപ്യമാകാൻ വേണ്ടി അദ്ദേഹം എഴുതിയ കിതാബാണ് അൽ ഉസൂൽ സലാസ. അതുപോലെ മറ്റൊരു കിതാബാണ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ്. തൗഹീദ് ഉലൂഹിയക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ശിർക്കിനെതിരെ, അതേപോലെ തൗഹീദിന്റെ വിശദാംശങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ്. അല്പം ബൃഹത്തായ കിതാബാണ് കിതാബ് തൗഹീദ് എന്ന പേര്. ഏകദേശം 100-ലേറെ വ്യാഖ്യാനങ്ങൾ കിതാബ് തൗഹീദിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ ഏതാണ്ട് എല്ലാ ഭാഷയിലേക്കും കിതാബ് തൗഹീദും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ കിതാബുകൾക്കെല്ലാം ഒരു സ്വീകാര്യത നമ്മൾ പൊതുവെ പ്രത്യക്ഷത്തിൽ കാണുന്നു. ലോകവ്യാപകമായി അത് പഠിക്കുന്നു, പഠിപ്പിക്കപ്പെടുന്നു. ധാരാളം ആളുകൾ ഇഫ്ലാക്കുന്നു, അത് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു, പരിഭാഷകൾ ഇറങ്ങുന്നു. ഇങ്ങനെ ലോകത്ത് മൊത്തം ഒരു സ്വീകാര്യത ഷെയ്ഖിന്റെ കിതാബുകൾക്ക് പൊതുവെ നമ്മൾ കാണുന്നുണ്ട്. അത് കബൂലിയത്തിന്റെ പഠിച്ച റബ്ബ് കബൂലാക്കിയതിന്റെ പ്രത്യക്ഷമായ ലക്ഷണമായി പൊതുവെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. വ്യക്തികൾക്കാണെങ്കിലും സ്ഥാപനങ്ങൾക്കാണെങ്കിലും അതേപോലെ കൂട്ടായ്മകൾക്കാണെങ്കിലും കിതാബുകൾക്കാണെങ്കിലും ഒക്കെ പഠിച്ച റബ്ബിന്റെ ഒരു കബൂലിയത്ത് കിട്ടിയതിന് തെളിവായി പൊതുവെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു അടയാളമാണ്. ആളുകൾക്കിടയിൽ അത് വലിയ പ്രചാരം കിട്ടുക, ആളതിനെ ഏറ്റെടുക്കുക, അതൊക്കെ ഇഖ്ലാസിന്റെ നെയ്യത്തിന്റെ ഒക്കെ ഒരു പ്രതിഫലനമായി പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. ബാക്കി അല്ലാഹു അഅലം. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റു ഗ്രന്ഥങ്ങൾ കശ്ഫ് ശുബ്ഹാത്ത് പോലെയുള്ള ഈ തൗഹീദുൽ ഉലൂഹിയത്തിൽ തന്നെ കൊണ്ടുവരുന്ന ശിർക്കിന്റെ ആളുകൾ കൊണ്ടുവരുന്ന എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും അവിടെ തെറ്റിദ്ധാരണക്കുമെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് കശ്ഫ് ശുബ്ഹാത്ത്. അതുപോലെയുള്ള വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. തസ്കീത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹം എഴുതിയ കിതാബാണ് അൽ കബായിർ, വൻപാപങ്ങൾ. ജീവിതത്തിൽ വന്നു പോകാവുന്ന വലിയ വലിയ പാപങ്ങളെ പറ്റി താക്കീത് ചെയ്യുവാനായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ കബായിർ എന്നുള്ളത്. ഏതായാലും നമ്മുടെ മുമ്പിലുള്ള കിതാബ് സലാസത്തുൽ ഉസൂൽ അല്ലെങ്കിൽ അൽ ഉസൂൽ സലാസ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. കിതാബിലേക്ക് പ്രവേശിക്കാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഅ്ലം റഹിമകല്ലാഹ് أنه يجب علينا تعلم 4 مسائل. الأولى العلم وهو معرفة الله ومعرفة نبيه ومعرفة دين الإسلام بالأدلة إلى آخره. ഷെയ്ഖ് ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് നല്ല കാര്യം ആരംഭിക്കേണ്ടത് ബിസ്മി കൊണ്ടാണ്. പൊതുവെ നമ്മളൊക്കെ നാടുകളിൽ അവഗണിച്ചു പോയ ഒരു സുന്നത്താണത്. കിതാബ് എഴുതുമ്പോൾ, പുസ്തകങ്ങൾ രചിക്കുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് പൊതുവെ അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല. യഥാർത്ഥത്തിൽ ഏത് നല്ല കാര്യവും ബിസ്മി കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. ഒന്ന് അള്ളാഹുവിന്റെ കിതാബിന്റെ ഒരു രീതിയും അതാണല്ലോ. ഏത് സുഹൃത്തുക്കളാണെങ്കിൽ ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുക. അള്ളാഹു റസൂലിന്റെയും ശൈലി അതാണ്. കത്തുകൾ, അതുപോലെയുള്ള ആശയ വിനിമയങ്ങൾക്കുള്ള എഴുത്ത് ഇടപാടുകൾ, അതെല്ലാം നബിതങ്ങൾ ബിസ്മി കൊണ്ടാണ് ആരംഭിക്കാറുള്ളത്. നബിതങ്ങൾ പറയുകയും ചെയ്തു, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹ് ഫഹുവ അബ്തർ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. അഥവാ നന്മയുള്ള പുണ്യമുള്ള ഏത് കാര്യവും അത് ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നില്ല എങ്കിൽ അത് അബ്തറാകുന്നു, അതിൽ ബറക്കത്തുണ്ടാവുകയില്ല എന്ന ഹദീസുണ്ട്. അതിന്റെ സ്വീകാര്യതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ മുസ്ലിം ലോകം അത് ഒന്നിച്ച് ഉമ്മത്തൊന്നാകെ സ്വീകരിച്ചു പോന്ന റിവായത്തുകളിൽപ്പെട്ട ഒരു റിവായത്ത് കൂടിയാണ് അത്. അപ്പൊ അത് പ്രകാരം ഷെയ്ഖ് ഇവിടെ ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചത്. അതും കിതാബുകൾക്ക് ഒരു ബറക്കത്ത് കിട്ടാനുള്ള കാരണമാണ്. ബിസ്മി കൊണ്ട് ആരംഭിച്ചില്ലെങ്കിൽ ബറക്കത്തില്ല എന്ന് പറയുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിച്ചാൽ അത് ബറക്കത്തിന് കാരണമായി മാറും എന്നാണല്ലോ മറുവശം. അപ്പൊ ഈ കിതാബുകൾ ആരംഭിക്കുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു ബറക്കത്ത് കിട്ടാനുള്ള നിമിത്തമാണ് എന്ന് നമുക്കതെന്നാലും മനസ്സിലാക്കാം. ഇഅ്ലം റഹിമകല്ലാഹ്. കിതാബ് ആരംഭിച്ചത് ഇഅ്ലം, നീ അറിയണം. ഒരു കിതാബാണെങ്കിലും വായിക്കുന്ന ആളോട് ശൈഖ് നേർക്ക് നേരെ അഭിസംബോധന ചെയ്യുന്ന ശൈലിയാണ് അദ്ദേഹം കിതാബിൽ എപ്പോഴും സ്വീകരിക്കാറുള്ളത്. ശൈഖിന്റെ കിതാബുകളെല്ലാം പ്രത്യേകത, അദ്ദേഹത്തിന്റെ വക അധികമൊന്നും ഉണ്ടാവുകയില്ല. ചെറിയ 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 പോയിന്റ്സ് മാത്രം പറഞ്ഞ് ബാക്കിയെല്ലാം അതിന് ആയത്തും ഹദീസും തെളിവായി കൊടുക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കൃതികളിലും ഉണ്ടാവുക. തന്റെ വക കുറെ നീട്ടിപ്പെടുത്തി പറയുന്ന ശൈലിയില്ല. 1-2 വാചകം പറയും, എന്നിട്ട് ഇതിങ്ങനെയാണ് തെളിവില ഈ ആയത്ത്, ഈ ഹദീസ് എന്ന് പറഞ്ഞ ആയത്തും ഹദീസും വെച്ച് തെളിവ് പഠിപ്പിക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിന്റെ എല്ലാ കിതാബും നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ ഒരു അഭിസംബോധന ശൈലി, ഒരു എഴുതിപ്പോകുന്നതിനപ്പുറത്തും ഇത് ഏത് കാലത്തും വായിക്കുന്ന ഒരാളെ മുമ്പിൽ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് അഭിസംബോധന ചെയ്യുന്ന ശൈലിയാണ് പലപ്പോഴും സ്വീകരിക്കുക. അല്ലെങ്കിൽ ചോദ്യോത്തര ശൈലിയാണ്. ഇങ്ങനെ ചോദിക്കപ്പെട്ടാൽ നീ ഇങ്ങനെ പറഞ്ഞോ, അങ്ങനെ പറഞ്ഞാൽ നീ ഇങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞ ശൈലിയാണ് പലപ്പോഴും അദ്ദേഹം സ്വീകരിക്കാവുന്നത്. ഇവിടെയും ആരംഭിച്ചത് ഇഅ്ലം, നീ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇഅ്ലം, നീ അറിയണം. അറിവ്, ഒരു കാര്യം കൃത്യമായി ഗ്രഹിക്കുന്നതിനാണ് അറിവ് എന്ന് പറയാം.
ഇവിടെ കൽപ്പനാക്രിയ ഇഴം അമ്രാണ്. അമ്ര പൊതുവെ വുജൂബിനെയാണ് അറിയിക്കുന്നത്. ഒരു അമ്ര ഉപയോഗിച്ചാൽ ആ കാര്യം വാജിബാണ് എന്നാണ് പൊതുവെ അറബി ഭാഷയുടെ അടിസ്ഥാന നിയമം. കൽപ്പനാക്രിയ അമ്ര ഫിഅല് എവിടെ ഉപയോഗിച്ചാലും അതിന് ഒന്നാമത്തെ അർത്ഥം അത് വുജൂബ്, നിർബന്ധം എന്ന അർത്ഥത്തെ കുറിക്കുന്നതാണ്. ഈ നിർബന്ധം എന്ന അർത്ഥമല്ല സുന്നത്ത് എന്നോ അനുവദനീയമെന്നോ ആണ് എങ്കിൽ അത് അറിയിക്കുന്ന ഒരു സാഹചര്യ തെളിവ് അതിന്റെ കൂടെ ഉണ്ടാവും. ഇത് പൊതുവെ ഏത് ഭാഷയിൽ അങ്ങനെ തന്നെയാണ്. സാഹചര്യത്തിന് മനസ്സിലാവും അത് നിർബന്ധം എന്ന അർത്ഥമല്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ചില സ്ഥലത്തിൽ ഒരു ബിന്ന് വെച്ചിട്ട് അവിടെ എഴുതിക്കും ഇവിടെ തുപ്പുക, ഇവിടെ തുപ്പുക. ഇതിനർത്ഥം അവിടെ നിർബന്ധമായും തുപ്പണം എന്നാണോ? അല്ല. തുപ്പാനുണ്ടെങ്കിൽ ഇവിടെയാണ് തുപ്പേണ്ടത്. എന്നാ ചെരുപ്പ് അഴിച്ചു വെക്കുക എന്ന് പറഞ്ഞാലോ അവിടെ നിർബന്ധമായും ചെരുപ്പ് അഴിച്ചു വെക്കണം എന്നൊരു നിർദ്ദേശം അവിടെ ഉണ്ട്. മറ്റു നിർദ്ദേശമല്ല, മറ്റു ചോയ്സാണ്. അവിടെ തുപ്പാനുണ്ടെങ്കിൽ ഇവിടെയാണ് അവൻ തുപ്പേണ്ടത്. ഒരേ പ്രയോഗമാണ്. എന്ന പോലെ അറബി ഭാഷയിൽ നീ ചെയ്യുക, നീ അറിയുക എന്ന പ്രയോഗം, കൽപ്പനാക്രിയയുടെ രൂപം അത് ഉപയോഗിച്ചാൽ ഒന്നാമത്തെ ഉദ്ദേശം അൽ അംറു യദുല്ലു അലൽ വുജൂബ്, അംറ് വുജൂബിനെയാണ് അറിയിക്കുന്നത്, നിർബന്ധമാണ് എന്ന അർത്ഥമാണ് ഇതിൽ നിന്ന് കിട്ടുക. അപ്പൊ ഖുർആനും ഹദീസിലും വന്ന ഒരുപാട് അംറുകളൊക്കെ അഖീമുസ്സലാം വആതുസ് സകാത്ത്, അതൊക്കെ അഖീമുസ്സലാം എന്നാൽ നിങ്ങൾ നിസ്കരിക്കുകയും, അപ്പൊ അർത്ഥം എന്താ? നിസ്കാരം നിർബന്ധമാണ്. വആതുസ് സകാത്ത്, സകാത്ത് നൽകുകയും, അപ്പൊ സകാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ കൽപ്പനാക്രിയയുടെ ശൈലിയിൽ ഉപയോഗിച്ചതൊക്കെ അടിസ്ഥാനപരമായ അർത്ഥം അത് വാജിബ്, നിർബന്ധം എന്ന അർത്ഥത്തിലാണ്. ഇതല്ലാത്ത അമ്പത് ഖുർആൻ ഹദീസും ധാരാളമുണ്ട്. അത് സാഹചര്യത്തിൽ മനസ്സിലാകും, അത് നിർബന്ധം എന്ന അർത്ഥത്തിലല്ല. അത് സുന്നത്താണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, അനുവദനീയമാണ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കും. സൂറത്തുൽ ജുമുഅയിൽ വന്ന 2-3 അംറുകൾ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വെള്ളിയാഴ്ച വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫസ്ഔ, നിങ്ങൾ വേഗത്തിൽ പോകുകയും ഇലാ ദിക്രില്ലാഹ്, ദൈവസ്മരണയിലേക്ക്, അഥവാ നിസ്കാരത്തിലേക്ക്, ഖുത്ബയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു പോകുകയും. അത് കൽപ്പനാക്രിയ ഫസ്ഔ, നിങ്ങൾ വേഗത്തിൽ പോകുകയും. അത് നിർബന്ധമാണ്, പിന്നെ പോകാൻ പറ്റില്ല. ജുമുഅക്ക് പോകൽ നിർബന്ധമാണ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി, നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും. അതും അമ്രാണ്. അതിനർത്ഥം ജുമുഅ കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലിരിക്കാൻ പാടില്ല എന്നാണോ? അല്ല. അപ്പൊ അവിടെ നിർബന്ധമല്ല, വുജൂബിനല്ല. പിന്നെ നിങ്ങൾക്ക് പുറത്തു പോകാം. അള്ളാഹിന്റെ ഫളൽ നിങ്ങൾ തേടുകയും, അതും നിർബന്ധമല്ല. ജുമുഅയ്ക്ക് ശേഷം കട തുറന്നേ പറ്റൂ, കച്ചവടത്തിന് പോയേ പറ്റൂ, ഓഫീസിൽ പോയേ പറ്റൂ. എന്ന ആയത്തില്ലേ എന്ന് പറയാൻ പറ്റില്ല. അത് പോകാമെന്നാണ്. കാരണം അതിന് മുമ്പല്ല പറഞ്ഞു നിങ്ങൾ ബാങ്ക് വിളിച്ച പള്ളിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു കച്ചവടം നിങ്ങൾ ഒഴിവാക്കണം. അപ്പൊ അവിടെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പിന്നെയാണ് ശേഷം പറഞ്ഞു നിങ്ങൾ ഇനി അള്ളാഹിന്റെ ഫളല് റിസ്ക് നിങ്ങൾ തേടിക്കൊള്ളുക. അപ്പൊ ആ ഒഴിവാക്കിയത് വീണ്ടും നിങ്ങൾക്ക് ആരംഭിക്കാം, ഇനി കുഴപ്പമില്ല എന്ന അർത്ഥമാണ് അവിടെ. അപ്പൊ അതിന് മുമ്പ് കച്ചവടം നിർബന്ധമാണോ? അല്ല. എങ്കിൽ ശേഷം കച്ചവടം നിർബന്ധമല്ല. അപ്പൊ അമ്ര ഫിഅൽ ഉപയോഗിച്ചാൽ, കൽപ്പന ഉപയോഗിച്ചാൽ അടിസ്ഥാന അർത്ഥം അത് വാജിബാണ്, നിർബന്ധമാണ് എന്നാണ്. വാജിബ് അല്ല എന്ന് പറയണമെങ്കിൽ മറ്റു ചില സാഹചര്യ തെളിവുകൾ അതിന് ഉണ്ടാകും. അത് വെച്ചുകൊണ്ട് അത് നിർബന്ധമല്ല എന്ന് പറയുകയുള്ളൂ. ഏതായിരുന്നാലും ഇവിടെ ശൈഖ് ഉപയോഗിച്ച ഇൽം എന്ന പദം വുജൂബിനെ കുറിക്കുന്ന പ്രയോഗം തന്നെയാണ്. നീ അറിയണം, ഇൽം, നീ അറിയണം എന്നാണ്. അപ്പൊ അറിയൽ നിർബന്ധമാണ്. ഇൽമ് 2 തരം ഇൽമാണ്. ഒന്ന് നിർബന്ധമായും ഓരോരുത്തരും അറിയേണ്ട ഇൽമ്, ഫർള് ഐനായത്, അറിയാതിരിക്കാവും ന്യായവുമില്ല, അറിഞ്ഞേ പറ്റൂ. അതാണ് ഫർള് ഐനായ ഇൽമ്. 5 നിസ്കാരം പോലെ, റമദാൻ നോമ്പ് പോലെ നിർബന്ധമായും എല്ലാ മുഅ്മിനീങ്ങളും അറിയേണ്ടുന്ന ഇൽമുകൾ, അതാണ് ഫർള് ഐനായ ഇൽമ്. 2 ഫർള് കിഫായായ ഇൽമുണ്ട്, എല്ലാവരും അറിയേണ്ടതില്ല എന്ന് അറിയുന്നവർ സമൂഹത്തിൽ ഉണ്ടാകണം. ഒരാൾ മരിച്ചു, സമ്പത്ത് എങ്ങനെ ഓഹരി വെക്കാം, അതിപ്പോ എല്ലാവരും പഠിക്കുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് പഠിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം. നമുക്ക് സംശയം വരുമ്പോൾ അവരിലേക്ക് മടങ്ങാം, ഇവിടെ ചോദിക്കാം. കച്ചവടത്തിന്റെ വിധിവിലക്കുകൾ, അത് എല്ലാ നിയമങ്ങളും നമ്മൾ അറിഞ്ഞോളും എന്നില്ല. അത് അറിയുന്നവർ നാട്ടിൽ ഉണ്ടാകണം. അതില്ലെങ്കിലോ ഉമ്മത്ത് മൊത്തം കുറ്റക്കാരാവും. അതുകൊണ്ടാണ് അത്തരം ആളുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ, ദീനീ പഠന സംരംഭങ്ങൾ, ഇത്തരം ദൗറകൾ, അതേപോലെ ജാമ്യകൾ, മദ്രസകൾ, ഇങ്ങനെയൊക്കെയുള്ള മതപഠന സംരംഭങ്ങൾ, ഇതിലൊക്കെ നമ്മളെല്ലാവരും സമ്പത്തും അതേപോലെ സമയവും ഊർജവും ഒക്കെ ചെലവഴിക്കുന്നതാണ്. ഇത് സാമൂഹ്യ ബാധ്യതയാണ്.
കുറച്ചാളുകൾ മാറി നിൽക്കുന്നതായിക്കോട്ടെ, അവർക്ക് വേണ്ട ഭക്ഷണം നമുക്ക് കൊടുക്കാം, അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാം, ബിൽഡിംഗ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, അവരെ മാറി നിന്ന് പഠിച്ചോട്ടെ. അത് ഒന്നിച്ചു കൂടി ആ ദൗത്യം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അത്തരം ഇൽമുകളുണ്ട്, അത് ഫർള് കിഫായ ഇൽമാണ്. എന്നാൽ ഇവിടെ അതല്ല, ഇവിടെ 7 ഇൽം നീ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ അറിയൽ നിർബന്ധമായ കാര്യമാണ് ശൈഖ് ശേഷം പറയാൻ പോകുന്നത്. റഹിമക്കല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ. അത് ഇടയ്ക്ക് പറഞ്ഞാണ്, കാര്യം പറഞ്ഞതിന് മുമ്പ് ഈ ഇൽം എന്ന് പറഞ്ഞിട്ട് ശേഷം ഈ വിഷയം പറയാൻ പോകുള്ളൂ. അതിന് ഇടയ്ക്ക് കേട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റഹിമക്കല്ലാഹ്, നിനക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. അപ്പൊ നമുക്കെല്ലാം വേണ്ടി ശൈഖിന്റെ ദുആയാണ്. അതൊക്കെ ഒരു മനസ്സിന്റെ ഒരു വിശാലത നസീഹത്വമാണ് നമ്മൾ കാണുന്നത്. ഒരു കിതാബ് എഴുതുമ്പോൾ ഈ കിതാബ് ഖിയാമത്ത് വരെ ആരൊക്കെ വായിക്കുമോ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് വലിയ മനസ്സിനെ ഉണ്ടാവുള്ളൂ. അത്ര വലിയ ഹൃദയ വിശാല, അത്ര വലിയ നസീഹത്ത് ഉമ്മത്തിലുള്ള ആളുകൾക്കാണ് അങ്ങനെ ചെയ്യാൻ കഴിയുക. അപ്പൊ നമുക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തു, നമ്മൾ കബൂലാക്കുമാറാവട്ടെ. യഅലം റഹിമക്കല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ. നീ അറിയണം, എന്തറിയണം? അന്നഹു യജിബു അലൈനാ തഅല്ലുമു 4 മസായില. തഅല്ലുമു എന്നാണ് നമ്മുടെ കിതാബിൽ തഅല്ലമു എന്നായിക്കുണ്ടാവും, ലാമിന് ഫതഹയ്ക്കും, അത് ദമ്മാണ്. തഅല്ലുമു 4 മസായില. അന്നഹു, തീർച്ചയായും കാര്യം, യജിബു അലൈനാ, നമുക്ക് വാജിബാണ്, നിർബന്ധമാണ്. തഅല്ലുമു 4 മസായില, 4 മസ്അലകൾ അറിയൽ നമുക്ക് നിർബന്ധമാണ്. ദീനെല്ലാം ഉൾക്കൊള്ളുന്ന അടിസ്ഥാനമാണ് ഈ 4 മസ്അല. അതിലെല്ലാം പെട്ടു. ഇസ്ലാമിന്റെ മൊത്തം അധ്യാപനം പെട്ട 4 മസ്അലകൾ. ഇത് അറിയൽ നമ്മുടെ മേൽ നിർബന്ധമാകുന്നു. അപ്പൊ അതേ പറഞ്ഞ് നിനക്ക് ഇതാണ്. ഇവിടെ പറഞ്ഞപ്പോഴോ നിനക്ക് നിർബന്ധമല്ല പറഞ്ഞത്, നേരെ മറിച്ച് യജിബു അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്. അപ്പൊ ശൈഖ് നിർബന്ധമാണ്, നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ്, മൊത്തം മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്. തഅല്ലുമു 4 മസായില, 4 മസ്അലകളെ അറിയൽ, പഠിക്കൽ. തഅല്ലുമു, പഠിക്കൽ, അറിയൽ നിർബന്ധമാകുന്നു. അൽ ഊല, ഒന്നാമത്തെ മസ്അല അൽ ഇൽമു, അറിവാണ്. ഒന്ന് ഇൽമ്, അത് നിർബന്ധമാണ്. നേരത്തെ പറഞ്ഞു എല്ലാ ഇൽമു നിർബന്ധമല്ല, എന്നാൽ നിർബന്ധമായി അറിയേണ്ട ഇൽമുണ്ട്, ഫർള് കിഫായായ ഇൽമുമുണ്ട്. അപ്പൊ 4 മസ്അല നിർബന്ധം. ഒന്ന് അറിവാണ്. വഹുവ, അറിവ് എന്ന് പറഞ്ഞാൽ പല അറിവുണ്ടാവും. കണക്ക് അറിവാണ്, ഇംഗ്ലീഷ് വേറെ അറിവാണ്, അതേപോലെ ചികിത്സ മറ്റൊരു അറിവാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അറിവുണ്ട്. ഏത് അറിവാണ് നമുക്ക് ഇങ്ങനെ ശർഈയായി മതപരമായി നിർബന്ധമുള്ള അറിവ് ഏതാണ്? അത് വഹുവ മഅരിഫത്തുല്ലാഹി തആല വ മഅരിഫത്തു നബിയിഹി വ മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല. നിർബന്ധമായും അറിയേണ്ടുന്ന അറിവ് എന്ന് പറഞ്ഞാൽ അത് വഹുവ, അത് മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ പറ്റിയുള്ള അറിവാണ്. അല്ലാഹുവിനെ അറിയുക. വ മഅരിഫത്തു നബിയിഹി, അല്ലാഹുവിന്റെ നബിയെ അറിയുക. വ മഅരിഫത്തു ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീനിനെയും അറിയുക. എങ്ങനെ അറിയുക? ബിൽ അദില്ലതി, ദലീലോട് കൂടി അറിയുക, തെളിവടക്കം അറിയുക. വെറുതെ കേട്ടുമ്പോൾ കേട്ട് അറിഞ്ഞാൽ പോരാ, കേവലം തഖ്ലീദ് പോരാ, അന്ധമായി അങ്ങനെ വിശ്വസിച്ചു പോയാൽ പോരാ. ദലീലടക്കം അറിയണം. അള്ളാഹിനെ പറ്റി അറിയണം, തെളിവോടുകൂടി. നബിയെ കുറിച്ച് അറിയണം, തെളിവോടുകൂടി. ദീൻ അറിയണം, തെളിവോടുകൂടി. അതാണ് ഒന്നാമത്തെ മസ്അലയായ ഇൽമ്. അപ്പൊ 4 മസ്അല അറിയൽ നിർബന്ധം. ഒന്ന് അൽ ഇൽമു, അറിവാണ്. അപ്പൊ ഏതറിവ്? ഈ 3 കാര്യം അറിയുക. അള്ളാഹിനെ കുറിച്ച് അറിയുക, അവന്റെ റസൂലിനെ കുറിച്ച് അറിയുക, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയുക. ഈ 3 അറിയേണ്ടത് ബിൽ അദില്ലത്തി, ദലീലുകൾ പ്രകാരം, തെളിവടിസ്ഥാനത്തിൽ അറിയൽ നിർബന്ധമാകുന്നു. അല്ലാത്ത മറ്ററിവുകളോ, ഭൗതികമായ അറിവ്, കച്ചവടം ചെയ്യാൻ അറിയുക, അതേപോലെ കണക്കൂട്ടാൻ അറിയുക, അതേപോലെ ചികിത്സിക്കാൻ അറിയുക, ഡോക്ടർമാരുണ്ടാവുക, എഞ്ചിനീയർമാരുണ്ടാവുക, ഇതൊക്കെ ഉമ്മത്തിന് വേണം. അടിസ്ഥാനപരമായി ഇതെല്ലാം അനുവദനീയമാണ്, ജായിസാണ്. അസ്ലിയായി പറയുമ്പോൾ ഇതൊക്കെ ജായിസാണ്, അനുവദനീയമാണ്. എന്നാൽ ചില സ്ഥലത്തോ സുന്നത്തോ നിർബന്ധക്കായി മാറിയേക്കാം. ഒരു നാട്ടിൽ മുസ്ലിമുകൾക്കിടയിൽ അങ്ങനത്തെ വിഷയം കൈകാര്യം ചെയ്യാൻ ആരുമില്ല, അത് ഉണ്ടായേ പറ്റൂ. അവിടെ ഉമ്മത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന ആ ഉദ്ദേശത്തിൽ ഒരുത്തം അത് പഠിക്കുകയാണെങ്കിലോ അത് പ്രതിഫലാർഹമാക്കി മാറ്റാൻ കഴിയും. അല്ലാതെ പേരിനും പെരുമക്കും വേണ്ടിയാണെങ്കിലോ, നമ്മൾ കുടുംബത്തിൽ ഡോക്ടർ വേണം എന്ന് വിചാരിച്ചു പോവുകയാണെങ്കിലോ അതുണ്ടായിക്കോളും. അത് അനുവദനീയമായ ഒരു കാര്യമാണ് അത്തരം അറിവുകൾ നേടുക എന്നുള്ളത്. എന്നാൽ ഈ അറിവുകൾ അനുവദനീയമായതല്ല, ഇത് നിർബന്ധമായതാണ്. യജിബു അലൈനാ തഅല്ലുമു 4 മസായില, 4 മസ്അലകൾ പഠിക്കൽ,
അറിയൽ നിർബന്ധമാണ്. അതിൽ ഒന്നാമത്തതാണ് അൽ ഇൽമു, അറിവ്. അപ്പൊ മൊത്തം ചെയ്യുന്നതാണ് 4 മസ്അല പഠിക്കൽ നിർബന്ധം. അല്ല നമ്മള് ഇപ്പൊ പറഞ്ഞ മെയിൻ പോയിന്റ്. ആ 4-ൽ ഒന്നാമത്തേത് അറിവ്, ഇൽമ്. അതെന്താണ് ഇൽമ്? 3 കാര്യം: അള്ളാഹിനെ കുറിച്ച് അറിയുക, റസൂലിനെ കുറിച്ച് അറിയുക, ദീനിനെ കുറിച്ച് അറിയുക, ബിൽ അദില്ലത്തി, ദലീലോടുകൂടി തെളിവടിസ്ഥാനത്തിൽ അറിയുക. അസ്സാനിയത്തു, രണ്ടാമത്തേത്. എന്ത് രണ്ടാമത്തെ? 4 മസ്അലകളിൽ രണ്ടാമത്തെ മസ്അല. ഒന്നാമത്തെ മസ്അല അൽ ഇൽമു, രണ്ടാമത്തെ മസ്അല അൽ അമലു ബിഹി, അത് പ്രകാരം അമൽ ചെയ്യുക. അത് രണ്ടാമത്തേത്. ആദ്യമായി ദീന് പഠിക്കുക, അള്ളാഹിനെ കുറിച്ച് അറിയുക, നബിയെ കുറിച്ച് അറിയുക. 2, ആ അറിഞ്ഞ കാര്യം അമലാക്കി മാറ്റുക, പ്രാവർത്തികമാക്കുക. ആദ്യം തന്നെ പോയി പറിച്ചതല്ലാർത്ഥം. നമ്മൾ ആദ്യം പറയാൻ തീരുമാനിച്ചിട്ടാണ് ബാക്കി നോക്കുക, അതല്ല. ആദ്യം ഇൽമാണ്. 2 വൽ അമലു ബിഹി, അത് പ്രകാരം അമൽ ചെയ്യുക, പ്രാവർത്തികമാക്കലാകുന്നു. അസ്സാലിസത്തു, മൂന്നാമത്തെ കാര്യം അദ്ദഅവത്തു ഇലൈഹി, അതിലേക്കുള്ള ദഅവത്താകുന്നു, ക്ഷണമാകുന്നു. പഠിച്ച പ്രാവർത്തികമാക്കിയ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. പഠിച്ചിട്ടാണ് പറയേണ്ടത്, പ്രാവർത്തികമാക്കിയിട്ടാണ് പറയേണ്ടത്. പഠിക്കാനോടില്ല, പ്രവർത്തിക്കാനോ ഇല്ല, പറയാനുണ്ട്, അത് നഷ്ടമായിരിക്കും. പഠിക്കാനുണ്ട്, പറയാനുമുണ്ട്, പ്രാവർത്തികമാക്കാനില്ല, അത് നഷ്ടമാണ്. എന്നാ പഠിക്കാൻ ചെയ്യാതെ ഞാൻ പ്രവർത്തിച്ചോളാം, ആ പ്രവർത്തനം വഴിമാറിപ്പോവുകയും ചെയ്യും അറിവില്ലെങ്കിൽ. അപ്പൊ ഇതാണ് തർത്തീബ്. 1 ഇൽമ്, 2 അൽ അമലു ബിഹി, അത് നമ്മുടെ അമല്, 3 വദ്ദഅവത്തു ഇലൈഹി, അതിലേക്കുള്ള ദഅവത്ത്. അർറാബിഅത്തു, നാലാമത്തേത് അസ്സബ്റു അലൽ അദാ ഫീഹി, അസ്സബ്റു, ക്ഷമിക്കലാണ്, അലൽ അദാ ഫീഹി, ആ രംഗത്ത് വരുന്ന പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, പീഡനങ്ങളിൽ ക്ഷമിക്കലുമാകുന്നു. ഈ 4 മസ്അല അറിയൽ വാജിബാകുന്നു. അപ്പൊ 1 ഇൽമു വേണം, 2 അമൽ ചെയ്യണം, 3 ദഅവത്ത് നടത്തണം, 4 അതുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമയോടെ നിലകൊള്ളണം. ഇത് 4 അറിയൽ നമുക്ക് വാജിബാണ്. വാജിബാന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. ആ തെളിവ് എന്താ? ദലീലു, അത് തെളിവ്. ഈ 4 കാര്യം അറിയൽ നിർബന്ധം പറയാൻ തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ സ്വീകരിക്കാൻ പറഞ്ഞുള്ളൂ. ആ തെളിവ് എന്താ? ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വാക്കാകുന്നു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന അല്ലാഹുവിന്റെ വചനം, അതാണ് ഈ പറഞ്ഞതിന് തെളിവ്. അപ്പൊ ഇതിന്റെ 4 കാര്യം പറഞ്ഞെന്താ? 1 ഇൽമ്, 2 അമല്, 3 ദഅവത്ത്, 4 ക്ഷമ. അപ്പൊ ഈ സൂറത്തില് അല്ലാഹു തആല പറഞ്ഞു, ഈമാന് പറഞ്ഞു, അമൽ സ്വാലിഹാത്ത് പറഞ്ഞു, തവാസൗ ബിൽ ഹഖ്, ഹഖ് പരസ്പരം ഉപദേശിക്കുക, ദഅവത്ത്, വതവാസൗ ബിസ്സബ്ർ, സബ്ർ പരസ്പരം ഉപദേശിക്കുക, അതൊക്കെ വന്നു. അപ്പൊ ഈ ആയത്താണ്, ഈ സൂറത്താണ് അതിനുള്ള തെളിവ്. ഖാല ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, ലൗ മാ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫത്ഹും. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. ലൗ മാ അൻസലല്ലാഹു, അല്ലാഹു തആല ഇറക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഹുജ്ജതൻ അലാ ഖൽഖിഹി, അവന്റെ സൃഷ്ടികൾക്ക് ന്യായമായി തെളിവായി അള്ളാഹു ഇറക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇല്ലാ ഹാദിഹി സൂറ, ഈ സൂറത്തല്ലാതെ മറ്റൊന്നും ഇറക്കിയിട്ടില്ല വിചാരിക്കാം. ഖുർആനൊന്നുമില്ല, ഹദീസൊന്നുമില്ല, ഒരു വഹയും കൊടുത്തിട്ടില്ല, ആകെ അള്ളാഹു ഇറക്കിയത് ഈ സൂറത്ത് മാത്രമായിരുന്നുവെങ്കിൽ ലകഫത്ഹും, അവർക്ക് അത് മതിയാകുന്നതാണ്. അപ്പൊ ഖുർആൻ എന്താണോ അള്ളാഹു ഇറക്കിയത് അതിലെ മുഴുവൻ ആശയം ഈ സൂറയിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നർത്ഥം. അത് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞ വചനമാണ്. അപ്പൊ ഈ സൂറത്ത് മതി എല്ലാം കിട്ടാൻ. ഖുർആനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുടെയും ആകത്തുക, അതിന്റെ അടിസ്ഥാനം ഈ സൂറയിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ പറഞ്ഞത്, മറ്റൊന്നും അല്ല ഇറക്കിയിട്ടില്ലെങ്കിലും ശരി, ഇത് മതിയാകും. കരുതത എല്ലാ മനുഷ്യന്മാർ നഷ്ടത്തിലാണ്, ഈ 4 കാര്യം ഉള്ളവർ ഒഴികെ. അതാണ് ഖുർആന്റെ മൊത്താശയം. ഖുർആൻ മൊത്തം പഠിപ്പിച്ചതാണ് ഈമാനും അമലും സ്വാലിഹാത്തും ദഅവത്തും. അതാണ് ഖുർആന്റെ ഏറ്റവും അടിസ്ഥാനമായി പഠിപ്പിച്ച കാര്യങ്ങൾ. അപ്പൊ ഈ സൂറത്ത് മതി തന്റെ അടിമകൾക്ക് മേൽ ഹുജ്ജത്തായി അല്ലാഹു തആല ഇറക്കിയത്. ഇത് മാത്രം മതി. പക്ഷെ അള്ളാഹു അപ്പുറത്ത് ഇറക്കി. ഇത് മാത്രമല്ല, അള്ളാഹു മറ്റൊരുപാട് ആയത്തുകളും
ധാരാളം സൂറത്ത് ഇറക്കിയത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അതൊന്നുമില്ല, ഈ സൂറത്ത് മാത്രം ഇറക്കിയിരുന്നുവെങ്കിലും അത് മതിയാകുമായിരുന്നു. വഖാല ബുഖാരിയു റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയുന്നു, ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമലി. സ്വഹീഹ് ബുഖാരിയിലെ ഒരു അധ്യായമാണ്, ഒരു ഹെഡിംഗ് ആണ്. ബാബുൻ അധ്യായം. എന്താണ്? അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമലി. പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് അറിവുണ്ടാകണം എന്ന അധ്യായം. പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് അറിവുണ്ടാകണം എന്ന അധ്യായം എന്ന് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഒരു ഹെഡിങ് തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ന് ഇമാം ബുഖാരി തെളിവും കൊടുത്തു. വദ്ദലീലു ഖൗലുഹു തആല, അത് തെളിവ് അല്ലാഹുവിന്റെ വചനമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക. ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതാകുന്നു കാര്യം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം എന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ഫഅലം, നബിയോട് പറയാണ്, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നത് നീ അറിയണം. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ഇമാം ബുഖാരി മനസ്സിലാക്കിയെന്നാണ്, ആദ്യം ഇൽമു വേണം എന്നിട്ടാണ് അമൽ എന്നാണ്. ആദ്യം ഇൽമു വേണം എന്നിട്ടാണ് അമൽ. അതാണ് അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി ബിഹി. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി ബിഹി എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാക്കിയത് ഈ ആയത്തിൽ നിന്നാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക എന്ന ആയത്തിൽ നിന്ന് ഇമാം ബുഖാരി മനസ്സിലാക്കുന്നു, ആദ്യം വേണ്ടത് ഇൽമാണ്, എന്നിട്ടാണ് അമലും ഖൗലും ഒക്കെ. ഫബദഅ ബിൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമലി. ഇമാം ബുഖാരി പറയാണ്, ഫബദഅ ബിൽ ഇൽമി, ഇൽമ കൊണ്ടാണ് അല്ലാഹു തആല ആരംഭിച്ചത്. ഖബ്ലൽ ഖൗലി വൽ അമലി, ഖൗലിനും അമലിനും മുമ്പ് ഇൽമ കൊണ്ടാണ് ആരംഭിച്ചത്. അപ്പൊ അതാണ് ഫഅലം, നീ അറിയണം. ഇമാം ബുഖാരി ഹെഡിങ് കൊടുത്തതോ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമലി, ഖൗലിനും അമലിനും മുമ്പ് ഇൽമാണ് വേണ്ടത് എന്ന അധ്യായം. അപ്പൊ തുടക്കം ഇൽമ കൊണ്ട്. അതാണ് ശൈഖും പറഞ്ഞത്, 4 കാര്യം അറിയാൻ നിർബന്ധമാണ്. ഒന്നാമത്തേത് ഇൽമാകുന്നു. അപ്പം 4 മസ്അലകൾ പഠിക്കൽ നിർബന്ധം. 1 ഇൽമ്, 2 അമല്, 3 ദഅവത്ത്, 4 സ്വബർ, ക്ഷമ. ആ ആയത്തും അതേപോലെ സ്വഹീഹ് ബുഖാരിയുടെ ആ ഒരു ഹെഡിങ്ങും ഇമാം ഷാഫിയുടെ വചനവുമാണ് ശൈഖ് റഹിമത്തുള്ളാഹിന് അനുബന്ധമായി ഇവിടെ വിവരിച്ചത്. ഇഅ്ലം റഹിമക്കല്ലാഹ്. ഇനി അദ്ദേഹം മറ്റൊരു കാര്യം, ഇഅ്ലം, നീ മനസ്സിലാക്കണം, റഹിമക്കല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ. വീണ്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശൈഖ് ഇവിടെ വീണ്ടും പറയുന്നത്, അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമത്തിൻ തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ വൽ അമലു ബിഹിന്ന. അന്നഹു, തീർച്ചയായും കാര്യം, യജിബു അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമ, മുസ്ലിമായ ആണും പെണ്ണുമായ എല്ലാവർക്കും നിർബന്ധമാണ്. പുരുഷന്മാർക്ക് മാത്രമല്ല, ആണാവട്ടെ പെണ്ണാവട്ടെ, മുസ്ലിമാണോ അവർക്കെല്ലാം വാജിബാണ്. തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ, ഈ 3 മസ്അലകളെ അറിയൽ, പഠിക്കൽ നിർബന്ധമാകുന്നു. താഴെ പറയാൻ പോകുന്ന 3 മസ്അലകൾ, നേരത്തെ 4 പറഞ്ഞു, ഇനി മറ്റൊരു 3 മസ്അല. ഈ 3 മസ്അല അറിയൽ നിർബന്ധമാണ്. അറിയൽ മാത്രമല്ല, വൽ അമലു ബിഹിന്ന, അതുപ്രകാരം അമൽ ചെയ്യലും നിർബന്ധമാണ്. എന്താണ്? അൽ ഊല, ഒന്നാമത്തേത്, അന്നല്ലാഹ ഖലഖനാ വറസഖനാ വലം യത്രുകനാ ഹമല ബൽ അർസല ഇലൈനാ റസൂല. ഒന്നാമത്തെ മസ്അല, അന്നല്ലാഹ ഖലഖനാ, അല്ലാഹു തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്. വറസഖനാ, അവനാണ് നമുക്ക് റിസ്ക് നൽകുന്നത്. അതോടൊപ്പം വലം യത്രുകനാ ഹമല, അവൻ നമ്മെ അങ്ങനെ ഒന്നും ചെയ്യാതെ വൃഥാവിലായി വിട്ടിട്ടില്ല. സൃഷ്ടിച്ച് വെറുതെ വിട്ടതല്ല. ബൽ അർസല ഇലൈനാ റസൂല, നമ്മിലേക്ക് റസൂലിനെ അയക്കുകയും ചെയ്തു. ഫമൻ അത്വാഅഹു ദഖലൽ ജന്ന വമൻ അസാഹു ദഖലൻ നാർ. ആ റസൂലിനെ ആരാണോ അനുസരിക്കുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. ആ റസൂലിനോട് ആരാണോ അനുസരണക്കേട് കാണിക്കുന്നത് അവൻ നരകത്തിലും പ്രവേശിക്കും. അതാണ് ഒന്നാമത്തെ മസ്അല. നമ്മെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബാണ് നമ്മിലേക്ക് ഒരു റസൂലിനെ നിയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ പഠിപ്പിച്ചു തന്നത്. ഒന്നും പഠിപ്പിക്കാതെയും ഒരു നിർദ്ദേശം നൽകാതെയും വെറുതെ സൃഷ്ടിച്ചു വിട്ടതല്ല.
പകരം അള്ളാഹു റസൂലിനെ പറഞ്ഞയച്ചു. ആ റസൂലിനെ ആരനുസരിച്ചുവോ അവന് സ്വർഗമുണ്ട്. ആ റസൂലിനോട് ആര് അനുസരണക്കേട് കാണിച്ചുവോ അവന് നരകവുമുണ്ട്. ഇതാണ് ഒരു മസ്അല നമ്മൾ അറിയേണ്ടത്. തെളിവെന്താണ്? വദ്ദലീലു ഖൗലുഹു തആല ഇന്നാ അർസൽനാ ഇലൈക്കും റസൂല ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔന റസൂല ഫഅഖദ്നാഹു അഖ്ദൻ വബീല. അതാണ് തെളിവ്. ഇന്നാ അർസൽനാ ഇലൈക്കും റസൂല, തീർച്ചയായും നിങ്ങളിലേക്ക് ഞാൻ റസൂലിനെ അയച്ചിരിക്കുന്നു. ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്ക് മേൽ സാക്ഷിയാകുന്ന റസൂൽ. കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫിർഔനിലേക്ക് ഒരു റസൂൽ അയച്ചതുപോലെ നിങ്ങളിലേക്ക് ആ റസൂലിനെ അയച്ചിരിക്കുന്നു. ഫഅസാ ഫിർഔനു റസൂൽ, എന്നാ ഫിർഔൻ ആ റസൂലിനെ ധിക്കരിച്ചു, അനുസരണക്കേട് കാണിച്ചു. ഫഅഖദ്നാഹു അഖ്ദൻ വബീല, നാം അവനെ ശക്തമായ പിടുത്തം പിടിക്കുകയും ചെയ്തു. ആ ഫിർഔന് ആ റസൂലിനെ എതിരായി പ്രവർത്തിച്ചു. അതിന് തിക്തഫലം അള്ളാഹുവിന്റെ അദാബ് അവന് വന്നു. എന്നതുപോലെ നിങ്ങളിലേക്ക് ആ റസൂലിനെ പറഞ്ഞിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? ആ റസൂൽ അനുസരിച്ചാൽ നിങ്ങൾക്ക് നേട്ടമുണ്ട്, അനുസരിച്ചില്ലെങ്കിലോ ഫിർഔൻ എന്താണ് സംഭവിച്ചത്? അത് തന്നെ നിങ്ങൾക്കും സംഭവിക്കും. അപ്പൊ ഒന്ന്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അവൻ റിസ്ക് നൽകി, അവൻ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി റസൂലിനെ പറഞ്ഞയച്ചു. ആ റസൂൽ അനുസരിച്ചവന് സ്വർഗമുണ്ട്, ആ റസൂൽ അനുസരണക്കേട് കാണിച്ചവന് നരകവുമുണ്ട്. ഈ മസ്അലയാണ് ഒന്നാമത്തെ മസ്അല. അസ്സാനിയ, രണ്ടാമത്തെ മസ്അല, അന്നല്ലാഹ ലാ യർളാ അൻ യുശ്റക മഅഹു അഹദുൻ. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ലാ യർളാ, അവൻ തൃപ്തിപ്പെടുകയില്ല, അൻ യുശ്റക മഅഹു അഹദുൻ ഫി ഇബാദത്തിഹി, ഇബാദത്തിൽ അവന്റെ കൂടെ മറ്റൊരാൾ പങ്കു ചേർക്കപ്പെടുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. ഇബാദത്തിൽ പടച്ചോന്റെ കൂടെ മറ്റൊരാളെ കൂടി ചേർക്കുക എന്ന് അല്ലാഹു തആലക്ക് ഇഷ്ടമില്ല. ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ, അത് മുഖറബായ മലക്കായാലും ഇഷ്ടമില്ല, വലാ നബിയ്യുൻ മുർസൽ, അല്ലാഹു അയച്ച നബിയാണെങ്കിലും ഇഷ്ടമില്ല. പങ്കു ചേർത്തത് ഒരു മലക്കിനെയാണ്. അള്ളാഹിന് സാമീപ്യം ഒരുവയാണ് മലക്കുകൾ, മുഖറബീങ്ങളാണ് മലക്കുകൾ. പടച്ച റബ്ബിന് സാമീപ്യമുണ്ട്. എന്നാലും ശരി, എത്ര മുഖറബായ മലക്കാണെങ്കിലും ആ മലക്ക് ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവിന് ഇഷ്ടമില്ല. അല്ലാഹു തആലയുടെ കൂടെ ഇബാദത്തിൽ മറ്റൊരു പങ്കു ചേർക്കപ്പെടുക എന്നത് അവന് ഇഷ്ടമില്ല. ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ, അത് മുഖറബായ മലക്കായാലുമില്ല, മുർസലായ നബിയാണെങ്കിലുമില്ല. അള്ളാഹ്ക്ക് എത്ര പ്രിയപ്പെട്ടവരാവട്ടെ, റബ്ബിന്റെ എത്ര സാമീപ്യമുള്ളവരാവട്ടെ, അള്ളാഹ്ക്ക് ഏറെ വേണ്ടപ്പെട്ടവരാകട്ടെ, എന്നാലും ശരി ഇബാദത്തിൽ അവരെ കൂടി പങ്കു ചേർക്കുക എന്നത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവനല്ല ഇബാദത്ത് എടുക്കാൻ പറ്റാത്തത്. അള്ളാഹ്ക്ക് വെറുപ്പുള്ളവരെ ആരാധിക്കാൻ പറ്റൂല എന്നല്ല, അള്ളാഹ്ക്ക് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ശരി ഇബാദത്ത് അവർക്ക് നൽകുക എന്നത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. വദ്ദലീലു, തെളിവ് ഖൗലുഹു തആല വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അതിനാൽ അള്ളാഹുവിന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത്, ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു തആല പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തി. അഹദൻ, അഹദന ഒരാളെയും എന്നാണ്. അത് ആരുമാവാം, ഏതുമാവാം, ഇലാഹാവട്ടെ, ഇലാഹ് അല്ലാത്തതാവട്ടെ, നബിയാവട്ടെ, മലക്കാവട്ടെ, ജിന്നാവട്ടെ, കല്ലാവട്ടെ, ഏത് പടപ്പുമാവാം. മഅല്ലാഹി അഹദൻ, ഒരുത്തരെയും ഒരാളെയും നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് അല്ലാഹു തആല പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് രണ്ടാമത്തെ മസ്അല. ഒന്നാമത്തെ മസ്അല, അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു, അവൻ നമുക്ക് റിസ്ക് നൽകി, അവൻ നമ്മെ വെറുതെ വിട്ടിട്ടില്ല, പകരം നമുക്ക് നിർദ്ദേശം നൽകുവാനായി അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ റസൂലിനെ ആരനുസരിച്ചുവോ അവൻ സ്വർഗമുണ്ട്, ആ റസൂൽ ആരെ അനുസരണക്കേട് കാണിച്ചുവോ അവൻ നരകാവകാശിയുമാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ ഇബാദത്തിൽ മറ്റൊരാളെ കൂടി പങ്കു ചേർക്കപ്പെടുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അത് മുഖറബായ മലക്കായാലും ശരി, മുർസലായ നബിയാണെങ്കിലും ശരി, അല്ലാഹു തആലക്ക് ഇഷ്ടമില്ല. അസ്സാലിസ, മൂന്നാമത്തെ കാര്യം, അന്ന മൻ അത്വഅ റസൂല വവഹദ അല്ലാഹ ലാ യജൂസു ലഹു മുവാലാത്തു മൻ ഹാദ്ദ അല്ലാഹ വറസൂല വലൗ കാന അഖറബ ഖരീബിൻ. അന്ന മൻ അത്വഅ റസൂൽ, റസൂലിനെ അനുസരിക്കുന്ന ഒരുത്തൻ, വവഹദ അല്ലാഹ, അല്ലാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുകയും ചെയ്യുന്നവൻ, തൗഹീദ് അംഗീകരിച്ചു, ഈമാൻ സ്വീകരിച്ചു, നബിയെ പിൻപറ്റാൻ തയ്യാറാവുകയും ചെയ്തു എങ്കിൽ ലാ യജൂസു ലഹു,
അവന് ജായിസ് ആവുകയില്ല, അനുവദനീയമാവുകയില്ല. മുവാലാത്തു മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും എതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യനോട് മുവാലാത്ത് വലാ പ്രഖ്യാപിക്കുക, അവരുമായി ആത്മബന്ധം സ്ഥാപിക്കുക, ആദർശബന്ധം സ്ഥാപിക്കുക, അവർ ഉറ്റമിത്രമാക്കി മാറ്റുക എന്നത് അനുവദനീയമല്ല, ജായിസല്ല. വലൗ കാന അഖ്റബ ഖരീബിൻ, അവൻ ഏറെ അടുത്ത ബന്ധുവാണെങ്കിൽ പോലും, എത്ര അടുത്ത കുടുംബക്കാരാണ്, വലിയ അടുപ്പമുള്ളവനാണ്, വേണ്ടപ്പെട്ടവനാണ്, എന്നാൽ പോലും അവൻ അള്ളാഹിനോടും റസൂലിനോടും എതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യരാണോ എങ്കിൽ അവരുമായി ഒരു ആത്മബന്ധം, അവരുമായി ഒരു വിലായത്ത് അത് ഒരിക്കലും സ്ഥാപിക്കാൻ പറ്റുകയില്ല. വദ്ദലീലു, അത് തെളിവ് ഖൗലുഹു തആല, റബ്ബിന്റെ വചനമാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അൽ ആയ. ലാ തജിദു ഖൗമൻ, ഒരു ഖൗമിനെ നിങ്ങൾക്ക് കണ്ടെത്താനാവുകയില്ല, യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും യൗമുൽ ആഖിറിലും വിശ്വസിക്കുന്ന ഒരു ഖൗം എങ്ങനെ കണ്ടെത്താൻ കഴിയില്ല? യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുമായി സ്നേഹബന്ധം പുലർത്തുന്നവനായി കാണാൻ കഴിയില്ല. വലൗ കാനൂ ആബാഹും, അതവിടെ പിതാക്കളാണെങ്കിലും ശരി, ഔ അബ്നാഅഹും, മക്കളാണെങ്കിലും ശരി, ഔ ഇഖ്വാനഹും ഔ അശീറത്തഹും, ഒരു സഹോദരന്മാരോ അടുത്ത ബന്ധുക്കളോ ആരാണെങ്കിലും ശരി, അങ്ങനെയുള്ളവരുമായി ഒരു സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നത് കാണാനാവില്ല. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അത്തരം ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ ഖൽബിൽ ഈമാൻ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ പ്രത്യേകമായ സഹായം നൽകുന്നവരാണ് അവർ. വയദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അവർ പ്രവേശിപ്പിക്കും, അവരിൽ ശാശ്വതരായിരിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അല്ലാഹുവിന്റെ സംഘം, അല്ലാഹുവിന്റെ പാർട്ടി. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അറിയണേ അല്ലാഹുവിന്റെ സംഘമാകുന്നു തീർച്ചയായും വിജയിക്കുന്നവർ. അപ്പൊ അല്ലാഹുവിന് വിശ്വാസമുണ്ടോ, തൗഹീദുണ്ടോ, നബി അനുസരിക്കുന്നുണ്ടോ എങ്കിൽ അവന്റെ ആത്മബന്ധങ്ങളെല്ലാം വിശ്വാസത്തിന്റെ പേരിലാണ്, ദീനിന്റെ പേരിലാണ്, ആദർശബന്ധങ്ങളാണ്. ദീനില്ലാത്തവനെ, ദീനിലായി പ്രവർത്തിക്കുന്നവനെ, ശിർക്കിനെയും കുഫറിനെയും ആളുകളെ, അവരോടൊന്നും ഒരു ആത്മബന്ധം അവനുണ്ടാവുകയില്ല എന്ന് ഈ ആയത്ത് വ്യക്തമായി പറഞ്ഞു. വലൗ കാന അഖ്റബ ഖരീബിൻ, എത്ര അടുത്ത ബന്ധുവാണെങ്കിൽ പോലും അല്ലാഹു ഖുർആൻ എടുത്തു പറഞ്ഞു. പിതാക്കളോ സഹോദരന്മാരോ മക്കളോ അടുത്ത ബന്ധുക്കളോ ആരാണെങ്കിലും ശരി, അവരുമായി സ്നേഹം വെച്ച് പുലർത്തുന്നവരായി നീ കാണാൻ കഴിയില്ല എന്ന് പ്രത്യേകം പറയാം. ഈ 3 മസ്അലയും അറിയൽ നിർബന്ധമാണ്. മൊത്തം 7 മസ്അലായി. ആദ്യം പറഞ്ഞ 4 മസ്അല, ആദ്യം പറഞ്ഞ നിർബന്ധമാണ് 4 മസ്അലകൾ അറിയൽ. ഒന്ന് പറഞ്ഞത് അറിവ്, ഇൽമ്. 2 വൽ അമലു ബിഹി, അത് പ്രകാരം അമൽ ചെയ്യൽ. 3 വദ്ദഅവതു ഇലൈഹി, അതിലേക്കുള്ള ദഅവത്ത്, ക്ഷണം. 4 വസ്സബ്ർ അലൽ അദാ ഫീഹി, ആ രംഗത്തുള്ള പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിക്കുക. പിന്നെ പറഞ്ഞത് 3 കാര്യം അതിൽ നിർബന്ധമാണ്. ഒന്ന്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതും റിസ്ക് നൽകുന്നതും അള്ളാഹുവാണ്. അവൻ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാതെ വിട്ടിട്ടില്ല, റസൂലിനെ പറഞ്ഞയച്ചു. ആ റസൂൽ അനുസരിക്കൽ നിർബന്ധമാണ്. അനുസരിച്ചാൽ സ്വർഗമുണ്ട്, ധിക്കരിച്ചാൽ നരകമുണ്ട്. 2, അള്ളാഹുവിന്റെ കൂടെ ഇബാദത്തിൽ മറ്റൊരാളെ പങ്കുചേർക്കുക എന്നത് അള്ളാഹു തആലക്ക് ഇഷ്ടമില്ല. അത് മുഖറബായ മലക്കാണെങ്കിലും ശരി, മുർസലായ നബിയാണെങ്കിലും ശരി, അത് അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. 3, റബ്ബിന്റെ തൗഹീദ് അംഗീകരിക്കുകയും നബിയെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരാളും തന്നെ അള്ളാഹും റസൂലും എതിരായി പ്രവർത്തിക്കുന്നവരുമായി ഒരു ആത്മബന്ധം വെച്ച് പുലർത്തുകയില്ല. കാരണം ഇവർ സ്നേഹിക്കുന്നത് അള്ളാഹിനെയാണ്, റസൂലിനെയാണ്. മറ്റവനോ അള്ളാഹും റസൂലിനും എതിരാണ്. അതുകൊണ്ട് അവരുമായി പിന്നീട് ഒരു ആത്മബന്ധം, ഒരു മൈത്രി ബന്ധം അതൊരിക്കലും വെച്ച് പുലർത്തുകയില്ല. ഈ ഓരോന്നിനും ശൈഖ് തെളിവടക്കം പറഞ്ഞു. വെറുതെ സ്വന്തം അഭിപ്രായം പറഞ്ഞു പോയിരിക്കല്ല, തെളിവ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഇഅ്ലം അർശദക്കല്ലാഹു ലിത്വഅതി അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇഅ്ലം, നീ അറിയണം, അർശദക്കല്ലാഹു ലിത്വഅതിഹി, അവൻ വഴിപ്പെടാൻ അല്ലാഹു നിനക്ക്
മാർഗദർശനം നൽകട്ടെ. അത് നമുക്കൊരു പ്രാർത്ഥനയാണ്. അത് 2 പ്രാർത്ഥന കഴിഞ്ഞു. റഹിമക്കല്ലാ, അല്ലാഹ് നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇപ്പൊ നമുക്ക് ഹിദായത്തിന് വേണ്ടി നേരായ വഴിയിൽ ചരിക്കാനുള്ള റബ്ബേ തൗഫീഖിന് വേണ്ടിയാണ് ശൈഖ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. അർശദകല്ലാഹു ലിതഅതിഹി, അവന് വഴിപ്പെടാനുള്ള, അവന് അനുസരിക്കാനുള്ള അല്ലാഹു നിനക്ക് ഇർശാദ്, ഇസ്തിഖാമത്ത്, നിനക്ക് നേരായ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ്, ഹിദായത്ത് നിനക്ക് അല്ലാഹു നൽകട്ടെ എന്നാണ്. അന്നൽ ഹനീഫിയ്യത, തീർച്ചയായും ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ, ഹനീഫിയത്ത് അതാണ് നമ്മോട് കൽപ്പിച്ചത്. ശരിയായ മില്ലത്ത് നമ്മളല്ല കൽപ്പിച്ചത് ഹനീഫായി നിൽക്കാനാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കാണാം, അള്ളാഹു അതിന്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നത് എങ്ങനെ? ഹനീഫൻ മുസ്ലിമ, ഹനീഫായിക്കൊണ്ട്. എന്താണ് ഹനീഫിയത്ത്? ഋജുവായ പാത, നേരായ വഴി എന്ന് പറഞ്ഞാൽ, അഥവാ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. അതിന് അള്ളാഹു തആല ഹനീഫ് ഉപയോഗിച്ചത്. ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹ് പറഞ്ഞല്ലോ, അള്ളാഹു തആല ഖലീലാണെന്നൊക്കെ പറഞ്ഞപ്പോ പ്രത്യേകം പറഞ്ഞു അദ്ദേഹം ഹനീഫാണ്. ആ മില്ലത്ത് ഹനീഫായ മില്ലത്തുമാണ്. അള്ളാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ്. ഇബ്രാഹിം ഹനീഫ, സൂറത്തുൽ നഹ്ലിൽ അള്ളാഹ് പറഞ്ഞു ഇബ്രാഹിമിന്റെ മില്ലത്താണ് നീ പിൻപറ്റേണ്ടത്, ഹനീഫ അഥവാ ഹനീഫായ മാർഗം, വളവില്ലാത്ത വക്രതയില്ലാത്ത നേരായ വഴി. അതാണ് മില്ലത്തുൽ ഹനീഫിയ എന്ന് പറഞ്ഞാൽ. എന്താണ് മില്ലത്തുൽ ഹനീഫിയ? അതാണ് ഇവിടെ അന്നൽ ഹനീഫിയ. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഋജുവായ വഴി, വളവില്ലാത്ത വഴി, നേരായ വഴി, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ, അഥവാ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. അതെന്താ? അൻ തഅബ്ദുല്ലാഹ വഹ്ദഹു, അല്ലാഹനെ മാത്രം നീ ആരാധിക്കലാണ്. ഹനീഫിയത്തിന്റെ ഒന്നാമത്തെ കാര്യം ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം. അത് ഹനീഫിയത്ത്, റബ്ബിനെ മാത്രം ആരാധിക്കുക. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ, അവൻ നിഷ്കളങ്കമായി കീഴ്പ്പെട്ടുകൊണ്ട്, കളങ്കമില്ലാതെ, ഇഖ്ലാസോടുകൂടി, കളങ്കമില്ലാതെ പടച്ച റബ്ബിനെ കീഴടങ്ങിക്കൊണ്ട് അവന്റെ മാത്രം ആരാധിക്കുക. അതാണ് ഹനീഫിയത്ത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മില്ലത്താണെന്ന് പറയണമെങ്കിൽ, ഞാൻ ഹനീഫും മുസ്ലിമാണെന്ന് പറയണമെങ്കിൽ ആദ്യം ഉണ്ടാവേണ്ടത് പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക, ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമാവുക. ഫബിദാലിക അമറല്ലാഹു ജമീഅൻ നാസ്, അതാണ് അല്ലാഹു തആല എല്ലാ മനുഷ്യരും കൽപ്പിച്ച കാര്യം. എല്ലാ മനുഷ്യരെയും അല്ലാഹ് കൽപ്പിച്ച ഒന്നാമത്തെ കൽപ്പന അവനെ മാത്രം ആരാധിക്കുക എന്നാണ്. എന്ന് മാത്രമല്ല, വഖലഖഹും ലഹാ, അതിനു വേണ്ടിയുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു തന്നെ, മനുഷ്യനെ സൃഷ്ടിച്ചു തന്നെ അല്ലാഹനെ മാത്രം ആരാധിക്കാനാണ്. കമാ ഖാല അല്ലാഹു തആല വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു തആല പറഞ്ഞു വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ്, ജിന്നാവട്ടെ ഇൻസാവട്ടെ അവരെ നാം സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ ഞാൻ ഇൻസിനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ജിന്നുകളെ പടച്ചത് റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം, എല്ലാ ആരാധനകളും പടച്ച റബ്ബിനു മാത്രം. അതാ ഹനീഫിയത്ത്. വമഅനാ യഅ്ബുദൂൻ യുവഹിദൂൻ, അല്ലാഹു പറഞ്ഞല്ലോ ഇല്ലാ ലിയഅ്ബുദൂൻ. യഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യുവഹിദൂൻ, എന്റെ ഏകത്വം അംഗീകരിക്കാൻ, എന്നെ മാത്രം ആരാധിക്കാൻ, എന്റെ തൗഹീദ് അംഗീകരിക്കാൻ വേണ്ടിയാകുന്നു. യഅ്ബുദൂൻ മഅനഹു യുവഹിദൂൻ, അല്ലാഹുവിന്റെ ഏകത്വം തൗഹീദ് അത് അംഗീകരിക്കാൻ വേണ്ടിയാകുന്നു അല്ലാഹു ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് തന്നെ. അവിടെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന ഉദ്ദേശം തന്നെ റബ്ബിനെ മാത്രം ഇബാദത്ത് എടുക്കുന്നവരായി മാറുക എന്നാണ്. അതുകൊണ്ട് അല്ലാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നബി അനുസരിക്കുന്ന ശരിയായ മുസ്ലിമാണോ, ഹനീഫായ മുസ്ലിമാണോ, ആദ്യം ചെയ്യേണ്ട പണി തന്റെ ഇബാദത്തുകൾ മുഴുവനും പടച്ച റബ്ബിന് മാത്രമായി മാറുക എന്നത് നീ അറിയണം എന്ന് പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പറഞ്ഞു വന്നത് ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ, അഥവാ മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് ഹനീഫിയത്ത്. അതിന്റെ അടിസ്ഥാനം അൻ തഅബ്ദുല്ലാഹ വഹ്ദ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഹനീഫിയത്ത്. വഅഅ്ലമു മാ അമറല്ലാഹു ബിഹി അത്തൗഹീദ്, വഅഅ്ലമു മാ അമറല്ലാഹു ബിഹി, അല്ലാഹു തആല കൽപ്പിച്ചതിൽ ഏറ്റവും മഹത്വമേറിയത് അത്തൗഹീദ്, തൗഹീദാകുന്നു. അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, റബ്ബിന്റെ അമ്രുകൾ ധാരാളമുണ്ട്. പക്ഷെ അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങളിൽ അഅ്ലം, ഏറ്റവും മഹത്വമേറിയ കൽപ്പന അത്തൗഹീദ്, തൗഹീദാണ്.
വഹുവ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദത്തി, ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് അല്ലാഹുവിനെ മാത്രമാക്കുക, അതാണ് തൗഹീദ്. സാധാരണ തൗഹീദ് എന്നാൽ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക, അതാണ് ഇതിന്റെ മർമ്മം. ബാക്കിയെല്ലാം അതിലേക്ക് അനുബന്ധമായി വരുന്ന കാര്യമാണ്. തൗഹീദ് ഉലൂഹിയ്യ, അതാണ് അസ്ലി. ഇലാഹാവുക എന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക, അഥവാ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, അതാണ് തൗഹീദിന്റെ അടിസ്ഥാനം. അപ്പൊ റബ്ബ് കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദത്തി, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കലാണ്. വഅഅ്ളമു മാ നഹാ അൻഹു അശ്ശിർകു, അവൻ വിരോധിച്ചതിൽ ഏറ്റവും ഗൗരവമേറിയത് അശ്ശിർകു, ശിർക്കുമാകുന്നു. അപ്പൊ അല്ലാഹ് കൽപ്പിച്ചതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കൽപ്പന തൗഹീദാണ്. അവൻ വിരോധിച്ചതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യമാവട്ടെ ശിർക്കുമാണ്. മറ്റൊരുപാട് വിലക്കുണ്ട്. മദ്യപാനം പാടില്ല, മോഷണം പാടില്ല, പലിശ പാടില്ല, കൈക്കൂലി പാടില്ല തുടങ്ങി ധാരാളം കാര്യം വിലക്കപ്പെട്ടതുണ്ട്. പക്ഷെ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം അശ്ശിർക്ക്, ശിർക്കാണ്. അതെന്താ? വഹുവ ദഅവത്തു ഗൈരിഹി മഅഹു, ശിർക്ക് എന്ന് പറഞ്ഞാൽ ദഅവത്തു ഗൈരിഹി, അവനല്ലാത്തവരോട് ദുആ ചെയ്യലാണ്, മഅഹു, അവന്റെ കൂടെ. തൗഹീദ് എന്നാൽ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം. അപ്പൊ ശിർക്ക് ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകലാണ്. ഇബാദത്തിൽ മുഖ്യമായത് ദുആയാണ്. എല്ലാ ഇബാദത്തിലും ഉൾക്കൊള്ളുന്ന മർമ്മമാണ് ദുആ. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. റബ്ബല്ലാത്തവർ ദുആ ചെയ്യൽ, അതാണ് ശിർക്ക്. റബ്ബിനെ മാത്രം ആരാധിക്കൽ, അതാണ് തൗഹീദ്. ഈ തൗഹീദാണ് അള്ളാഹു കൽപ്പിച്ച ഏറ്റവും മർമ്മപ്രധാനം. ആ ശിർക്ക് റബ്ബ് വിരോധിച്ച ഏറ്റവും ഗൗരവമുള്ള കാര്യവും. വദ്ദലീലു, അത് തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിന്റെ ഖൗലാണ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. അല്ലാഹ് പറഞ്ഞു വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുവീൻ, വലാ തുശ്രികൂ ബിഹി ശൈആ, അവൻ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അവ രണ്ടും വന്നു അവിടെ, കൽപ്പനയും വന്നു വിലക്കും വന്നു. ഒന്നാമത്തെ കൽപ്പന വഅബ്ദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവീൻ. ഒന്നാമത്തെ വിരോധം വലാ തുശ്രികൂ ബിഹി ശൈആ, അവൻ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. അപ്പൊ ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹ് പറഞ്ഞത് അവിടെ ഒരാളെയും പങ്കു ചേർക്കരുത്. ആ പങ്കു ചേർക്കുക ഏതിനാണ്? അപ്പോ ഇബാദത്തിലാണ്. ബാക്കി അസ്മാഉ സിഫാത്തിലൊക്കെ വരും, പക്ഷെ മർമ്മം ഇതാണ്, അടിസ്ഥാനം ഇതാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. ഇത്രയും കാര്യങ്ങൾ ഒരു ആമുഖം പോലെ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞു. ഇനിയാണ് കിതാബിന്റെ ശരിയായ കണ്ടന്റിലേക്ക് എത്തുന്നത്. ഉസൂൽ സലാസ എന്നാണല്ലോ 3 അസ്ലുകൾ. ആ അസ്ലിന് പറയാൻ പോണുള്ളൂ. അപ്പൊ ആ അസ്ല് മനസ്സിലാകണമെങ്കിൽ അതിന് മുന്നോടിയായി ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം 7 കാര്യം പറഞ്ഞു. ആദ്യം 4 പറഞ്ഞു, പിന്നെ 3 പറഞ്ഞു, പിന്നെ പ്രധാനപ്പെട്ട 2 പോയിന്റിന് കൂടെ എണ്ണി പറയുകയും ചെയ്തു. ഇനി അദ്ദേഹം ഉസൂൽ സലാസ പറയാൻ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഫൈദാ ഖീല ലക മൽ ഉസൂലു സലാസ അല്ലതി യജിബു അലൽ ഇൻസാനി മഅരിഫതുഹാ. ഫൈദാ ഖീല ലക, എന്നോട് ചോദിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ, മൽ ഉസൂലു സലാസത്തു, ഏതാണ് 3 അടിസ്ഥാനങ്ങൾ, അല്ലതി യജിബു അലൽ ഇൻസാനി മഅരിഫതുഹാ, ഒരു മനുഷ്യന് അറിയൽ നിർബന്ധമായ 3 അസ്ലുകൾ, അറിയാതിരിക്കാൻ പറ്റാത്ത, നിർബന്ധമായും അറിയേണ്ടുന്ന, ഖബറിൽ ചോദ്യമുണ്ടാകുന്ന, ഉടനെ ഉത്തരം പറയേണ്ടുന്ന 3 അസ്ലുകൾ, അത് ഏതാണ് എന്ന് എന്നോട് ചോദിക്കപ്പെട്ടാൽ ഫഖുൽ, നീ പറഞ്ഞോ. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഉസൂൽ സലാസ. അപ്പൊ എന്താണ് ഉസൂൽ സലാസ വെച്ചാല് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് അടിസ്ഥാനമായി അറിയേണ്ടുന്ന 3 കാര്യങ്ങൾ. ഒന്ന് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തന്റെ റബ്ബിനെ അറിയലാകുന്നു. വദീനഹു, ഒരു ദീനിനെയും അറിയലാകുന്നു. വനബിയഹു, ഒരു നബിയെയും അറിയലാണ്, അഥവാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് 3 അടിസ്ഥാനങ്ങൾ. ഖബറിൽ ചോദിക്കപ്പെടുന്ന 3 അടിസ്ഥാന കാര്യം ഇതാണ്. 2 മലക്കുകൾ വന്ന് ചോദിക്കുമെന്ന് പറഞ്ഞ ഹദീസിൽ കാണാം, മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക. ഇതാണ് ഖബറിലെ ഏറ്റവും അടിസ്ഥാന ചോദ്യങ്ങൾ. ബാക്കി ചോദ്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെങ്കിൽ ആ 3 ചോദ്യത്തിന് ഉത്തരം ദുനിയാവിൽ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ല ഉത്തരം കാണാപ്പാടം പഠിച്ചതുകൊണ്ട് അവിടെ പറയാൻ കഴിയില്ല. ദുനിയാവിൽ അതുപ്രകാരം ജീവിക്കണം.
അതുകൊണ്ട് അത് അടിസ്ഥാനമാണ്, അത് ഉസൂലാണ്. അസ്സലാസ, 3 അസുലുകൾ, 3 അടിസ്ഥാന കാര്യങ്ങളാകുന്നു. അത് അറിഞ്ഞേ പറ്റൂ. അതാണ് ഈ കിതാബിന്റെ കണ്ടന്റ്. അതിന് ഏറ്റവും വലിയ മർമ്മം ഈ 3 കാര്യമാണ്. അപ്പൊ നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഏതാണ് 3 അസുലുകൾ, അറിയാതിരിക്കാൻ പറ്റാത്ത, അറിയൽ നിർബന്ധമായ 3 അസുലുകൾ ഏത് എന്ന് ചോദിക്കപ്പെട്ടാൽ ഫഖുൽ, നീ പറഞ്ഞോ, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അടിസ്ഥാനം. ഇനി 3 വിശദീകരിക്കുകയാണ്. എന്താണ് റബ്ബിനെ അറിയുക എന്ന് പറഞ്ഞാൽ, എന്താ ദീൻ അറിയൽ, എന്താ നബി അറിയൽ. ഈ 3 പറഞ്ഞ കിതാബ് കഴിഞ്ഞു. ഫൈദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ മൻ റബ്ബുക, ആരാ എന്റെ റബ്ബ് എന്ന് ചോദിക്കപ്പെട്ടാൽ ഫഖുൽ, നീ പറഞ്ഞോ, റബ്ബി അല്ലാഹ് അല്ലദീ റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി വഹുവ മഅബൂദി ലൈസ ലീ മഅബൂദുൻ സിവാഹ്. ആരാ റബ്ബ്, ഏതാ റബ്ബ് എന്ന് ചോദിച്ചാൽ ഫഖുൽ, നീ പറയണം, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. അല്ലദീ റബ്ബാനി, അവനാണ് എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്നവൻ, അവനാണ്. വറബ്ബ ജമീഅൽ ആലമീന, മുഴുവൻ ലോകരെയും, എല്ലാ ലോകരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാകുന്നു അത് അവൻ. ബിനിഅമിഹി, അവന്റെ നിഅമത്ത് കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ട് അവനാണ് എല്ലാത്തിനെയും പോറ്റി വളർത്തുന്നവൻ. വഹുവ മഅബൂദി, അവനാണ് എന്റെ മഅബൂദ്. എന്റെ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്നത് ആ അല്ലാഹു തആലയാണ്, അവന് മാത്രമാണ് എന്റെ ഇബാദത്ത്. ലൈസ ലീ മഅബൂദുൻ സിവാഹു, അവനല്ലാത്ത മറ്റൊരു മഅബൂദും എനിക്കില്ല. എന്നെ സൃഷ്ടിച്ചവനാരോ അവൻ മാത്രമാണ് എന്റെ മഅബൂദ്. ലോകത്തെ മൊത്തം സൃഷ്ടിച്ചവനാരോ അവനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. എന്നെ സൃഷ്ടിച്ച, എന്നെ സംരക്ഷിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവനാരോ അവനെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്. എന്റെ ആരാധ്യൻ അവനാണ്, അവനാണ് എന്റെ റബ്ബ്, അവനാണ് അല്ലാഹ് എന്ന് നീ പറഞ്ഞോ. വദ്ദലീലു, അത് തെളിവ്, ഖൗലുഹു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹു അവനാകുന്നു സർവസ്തു. റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായിട്ടുള്ളവൻ എന്ന് അള്ളാഹിനെ പറ്റി അള്ളാഹ് പരിചയപ്പെടുത്തി. അപ്പൊ എന്താണ് ആലം എന്ന് പറഞ്ഞാൽ? റബ്ബുൽ ആലമീൻ ആണല്ലോ, ആലമീങ്ങൾ റബ്ബ്. ആലം എന്താണ്? വകുല്ലു മാ സിവല്ലാഹി ആലമുൻ വഅന വാഹിദുൻ മിൻ ദാലികൽ ആലമീൻ. വകുല്ലു മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാം ആലമുൻ, ആലമാണ്. ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ലാഹ്, അല്ലാത്ത എല്ലാം. ലോകത്ത് രണ്ടേ ഉള്ളൂ, ഒന്ന് പടപ്പ്, മറ്റൊന്ന് പടച്ചോന്. സൃഷ്ടി, സട്ടാവ്, ഖാലിഖ്, മഖ്ലൂഖ്, ഇതേ ഉള്ളൂ. റബ്ബ്, മർബൂബ്, ഇതേ ലോകത്തുള്ളൂ. അതുകൊണ്ട് റബ്ബുൽ ആലമീൻ, ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത ബാക്കിയെല്ലാം. റബ്ബുൽ ആലം എന്ന് മനുഷ്യനെ പറ്റി പറഞ്ഞാൽ അത് ചെറിയ വാക്കല്ല. പടച്ച റബ്ബല്ലാത്ത ബാക്കി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം വരിക. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള പ്രത്യേകമായിട്ടുള്ളതാണ്. അപ്പൊ അല്ലാഹു തആല അല്ലാത്ത ബാക്കിയെല്ലാം ആലമാണ്. കുല്ലു മാ സിവല്ലാഹ് ആലമുൻ, അല്ലാഹു അല്ലാത്ത ബാക്കിയെല്ലാം ആലമാകുന്നു. വഅന വാഹിദുൻ മിൻ ദാലികൽ ആലം, ഞാനും ആ ആലമിൽപ്പെട്ട ഒരുവനാണ്. അല്ലാഹുവിന്റെ തർബിയത്തുള്ള, അവന്റെ ഖൽഖും റിസ്ഖും അവന്റെ നിയന്ത്രണങ്ങളുമെല്ലാം ഉപയോഗിക്കുന്ന ആലം, ആ ആലമിൽപ്പെട്ട ഒരുവനാകുന്നു ഞാൻ. അവിടെ എന്റെയും റബ്ബ് അവനാണ്. മൊത്തം ആലമിന്റെ റബ്ബ് അല്ലാഹുവാണ്. അപ്പൊ എന്റെ റബ്ബും അല്ലാഹുവാണ്. അവനാണ് എന്റെ റബ്ബ്, അവനാണ് അല്ലാഹ്. ഫൈദാ ഖീല ലക, അപ്പോൾ നിന്നോട് ചോദിക്കപ്പെട്ടാൽ ബിമാ അറഫ്ത റബ്ബക, നിന്റെ റബ്ബിനെ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നീ റബ്ബുണ്ട് എങ്ങനെ മനസ്സിലായി? അതിങ്ങനെ വാപ്പ പറഞ്ഞു, വലിയപ്പ പറഞ്ഞു, ജനിച്ചപ്പോഴേ മുസ്ലിമായി, അങ്ങനെ കേട്ടുപോകുന്നു, അത് പോരാ. അങ്ങ് റബ്ബുണ്ട് എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കപ്പെട്ടാൽ ഫഖുൽ, നീ പറഞ്ഞോ, ബിആയാതിഹി വമഖ്ലൂഖാതിഹി. ബിആയാതിഹി, അവന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ മുഖേന എനിക്ക് മനസ്സിലായി. വമഖ്ലൂഖാതിഹി, അവന്റെ സൃഷ്ടികൾ മുഖേന അവന് മനസ്സിലായി. സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ സൃഷ്ടാവ് ഉണ്ടാകണം. ഇവിടെ സൃഷ്ടി ഉണ്ടാകണോ ഒരു സൃഷ്ടാവ് ഉണ്ടാവണം, അല്ല സൃഷ്ടി ഉണ്ടാവുന്നല്ലോ. ഒരു സംഗതി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ നിർമ്മിച്ച ഒരാൾ ബാക്കിലുണ്ടാവും. നിർമ്മാതാവില്ലാതെ ഒരു നിർമ്മാണം നടക്കുകയില്ല. ഏത് കാര്യമാവട്ടെ, എത്ര ചെറുതാവട്ടെ, ഒരു നിർമ്മിതി ഉണ്ടോ അതിന് പിറകിൽ
ഒരു നിർമ്മാതാവുണ്ട്. ഒരു സൃഷ്ടിയുണ്ടോ അതിന് പിറകിൽ ഒരു സൃഷ്ടാവുണ്ട്. അപ്പൊ ഇവിടെ ഈ സൃഷ്ടികളെ മൊത്തം കാണുന്നു. ആ സൃഷ്ടിയെ കണ്ടാൽ മനസ്സിലാക്കാം ഈ സൃഷ്ടിക്കൊരു സൃഷ്ടാവുണ്ട്. അതിന് അല്ലാഹു ദൃഷ്ടാന്തമായി പലതിനെ മുക്കുകയും ചെയ്തു ആയത്തുകളായിക്കൊണ്ട്. ആ ആയത്തുകൾ മുഖേനയും മഖ്ലൂഖാത്ത് സൃഷ്ടികളെ മുഖേനയുമാണ് എനിക്ക് എന്റെ റബ്ബിനെ മനസ്സിലായത് എന്ന് നീ പറഞ്ഞു. ഒമിൻ ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അല്ലൈലു വന്നഹാറു വശംസു വൽ ഖമർ. രാവും പകലും സൂര്യനും ചന്ദ്രനുമെല്ലാം അത്തരം ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. രാവും പകലും മാറി 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 വരുന്നു. ഇതാരും നിയന്ത്രിക്കാതെ ആരും ഇതിനെ പിന്നെ പ്രവർത്തിക്കാതെ സ്വയം ഉണ്ടായി വരികയാണ് എന്ന് പറയാൻ കഴിയില്ല. എവിടെയും ക്രമം തെറ്റുന്നില്ല. രാവ് പകലിനേക്കാൾ മറികടക്കുന്നില്ല, പകൽ രാവിനേക്കാൾ മറികടക്കുന്നില്ല. അത് കൃത്യമായി അതിന്റെ സിസ്റ്റം പ്രകാരം പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു ആയത്ത ദൃഷ്ടാന്തമാണ്. അതേപോലെ സൂര്യൻ ചന്ദ്രനെല്ലാം ആയത്താണ്. ഒമിൻ മഖ്ലൂഖാതിഹി ആ സൃഷ്ടികളിൽ പെട്ടതാണ് അസ്സമാവാതു സബ്ഉ 7 ആകാശങ്ങൾ, വൽ അർളു സബ്ഉ 7 ഭൂമികൾ, ഒമൻ ഫീഹിന്ന അവയിലെല്ലാം ഉള്ളവരും, വമാ ബൈനഹുമാ അതിനിടയിലുള്ളത് മുഴുവനും എല്ലാം അവന്റെ സൃഷ്ടികളാണ്. 7 ആകാശങ്ങളും 7 ഭൂമികളും ആ ആകാശ ഭൂമിയിൽ വസിക്കുന്നവരും ആകാശഭൂമിക്കിടയിലുള്ള എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും എല്ലാം അവന്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികളിലൂടെ ദൃഷ്ടാന്തങ്ങളിലൂടെ എന്റെ റബ്ബിനെ എനിക്ക് മനസ്സിലായി എന്ന് നീ പറഞ്ഞോ. വദ്ദലീലു അതെന്താ തെളിവ്? തെളിവ് ഖൗലുഹു തആല അല്ലാഹുവിന്റെ വാക്കാണ്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ. അല്ലാഹു തആല പറഞ്ഞു വമിൻ ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു അല്ലൈലു വന്നഹാർ രാവും പകലും, വശംസു വൽ ഖമർ സൂര്യനും ചന്ദ്രനുമെല്ലാം അവന്റെ ആയത്തുകളാണ്. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമരി നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്, ചന്ദ്രനും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദു ലില്ലാഹ് അല്ലാഹുവിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. അല്ലദീ ഖലഖഹുന്ന അവയെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിന്. ആ സൂര്യനെ സൃഷ്ടിച്ചവനാരോ ചന്ദ്രനെ സൃഷ്ടിച്ചവനാരോ ആ സൃഷ്ടിച്ചവനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുന്ന അവനെ മാത്രം വഴിപ്പെടുന്ന അവന്റെ അടിമയാണോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സൂര്യന്റെ സുജൂദല്ല, സൂര്യന്റെ സൃഷ്ടാവിന് സുജൂദ് ചെയ്യുക, ചന്ദ്രന്റെ സൃഷ്ടാവിന് സുജൂദ് ചെയ്യുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇതാണ് നമുക്കുള്ള തെളിവ്. അപ്പൊ ബുദ്ധിപരമായി മനസ്സിലായി, അതോടൊപ്പം തെളിവ് കൊണ്ടും മനസ്സിൽ ഒരു കാര്യം 2 കേൾക്കാൻ ബോധ്യപ്പെടാം. ഒന്ന് ബുദ്ധിപരമായിട്ട്, അത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇത് സൃഷ്ടികൾ മുഖേന ദൃഷ്ടാന്തങ്ങൾ മുഖേന അല്ലാഹുവിനെ മനസ്സിലാക്കാം. തെളിവുണ്ടോ? തെളിവുണ്ട്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ രണ്ടുമായി വഖൗലുഹു തആല അതേപോലെ റബ്ബിന്റെ മറ്റൊരു ഖൗലാണ് തെളിവ്. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അല്ലാഹു ആകുന്നു. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അല്ലാഹു ഫീ 6 അയ്യാം 6 ദിവസങ്ങളിലായി അല്ലെങ്കിൽ 6 ഘട്ടങ്ങളിലായി ആകാശഭൂമിയെ സൃഷ്ടിച്ചവനായ അല്ലാഹു ആകുന്നു നിങ്ങൾ റബ്ബ്. സുമ്മസ്തവ അലൽ അർശ് പിന്നീട് അവൻ അർശിൽ ഉപവിഷ്ടനായി. യുഗ്ശിൽ ലൈല നഹാറ യത്ലബുഹു ഹസീസ അവൻ രാവിനെ പകൽ കൊണ്ട് അവൻ പൊതിയുന്നു. റബ്ബിന്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ്. യുഗ്ശിൽ ലൈല നഹാർ രാവിനെ പകലിനെ മേൽ അവൻ പൊതിയുന്നു. മാത്രവുമല്ല വശംസ വൽ ഖമറ വന്നുജൂമ മുസഖറാത്തിൻ ബിഅംദിഹി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ മുസഖറാത്തിൻ ബിഅംദിഹി അവന്റെ കൽപ്പന പ്രകാരം വിധേയപ്പെട്ട അവസ്ഥയിൽ കീഴ്പ്പെട്ട അവസ്ഥയിലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു. അലാ ലഹുൽ ഖൽഖു വൽ അംർ അവനാണ് സൃഷ്ടിപ്പ്, അവനാണ് അതിന്റെ കൈകാര്യകർത്തൃത്വം. അംർ അതിന് തദ്ബീർ നിയന്ത്രണാധികാരങ്ങൾ കൽപ്പനാധികാരങ്ങൾ അതും അവന്റേതാകുന്നു. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയുള്ള ആലമീങ്ങളെ മൊത്തം റബ്ബായ അല്ലാഹു അവൻ ബറക്കത്തുടയവനാണ്, അനുഗ്രഹമുടയവനാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ആകാശഭൂമികൾ അതേപോലെ സൂര്യചന്ദ്രന്മാർ രാവും പകലും അടക്കമുള്ള അവന്റെ ദൃഷ്ടാന്തങ്ങളായ സൃഷ്ടികളെപ്പറ്റി അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു. അവനാണ് റബ്ബ് എന്ന് പറഞ്ഞു. ഈ എല്ലാത്തിനും സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് അവനാണ്, ഖൽഖ് അവനാണ്, അംറും അവനാണ്. തദ്ബീർ അതാണ് അംർ, അതിനെ കൽപ്പിക്കുന്ന നിയന്ത്രിക്കുന്ന നിയന്ത്രണാധികാരം അതെല്ലാം
അവനുള്ളതാകുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഒന്നാമത് അള്ളാഹുവിനെ അറിയുക, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തന്റെ റബ്ബിനെ അറിയുക. നമ്മുടെ റബ്ബ് ആരാധിച്ചാൽ അള്ളാഹുവാണ്, അവനാണ് സൃഷ്ടിച്ചത് നമ്മെ മാത്രമല്ല എല്ലാത്തിനും സൃഷ്ടിക്കുകയും അവനതിന് റിസ്ക് തരികയും എല്ലാം ചെയ്യുന്നവന്, മൊത്തം ലോകത്തെ റബ്ബ ജമീഅൽ ആലമീൻ, എല്ലാ ആലമീങ്ങളെയും പരിപാലിക്കുന്നവൻ അവനാകുന്നു എന്ന് പറഞ്ഞു. വറബ്ബു ഹുവൽ മഅബൂദ്, റബ്ബ് തന്നെയാണ് മഅബൂദും. ഇതെല്ലാം റബ്ബാണെങ്കിൽ ഇബാദത്തും അവനെ മാത്രം. ഇതെല്ലാം സൃഷ്ടിച്ച അള്ളയാണ്, അതുകൊണ്ട് ഇബാദത്തും അവനെ മാത്രം. സൃഷ്ടിച്ചതല്ല, പക്ഷെ ഇബാദത്ത് അപ്പുറത്ത് അത് പറയാൻ പറ്റില്ല. വറബ്ബു ഹുവൽ മഅബൂദ്, റബ്ബ് തന്നെയാകുന്നു മഅബൂദ്. തെളിവെന്താ? വദ്ദലീലു ഖൗലുഹു തആല യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. അല്ലാഹ് പറഞ്ഞു യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കുവീൻ, റബ്ബക്കും, റബ്ബിനെ. റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. സൃഷ്ടിച്ചവൻ അല്ലാഹ്, അതേപോലെ പരിപാലിക്കുന്നത് അല്ലാഹു തആല, എങ്കിൽ ഇബാദത്തും ആ റബ്ബിന് മാത്രം. അത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച കാര്യമാണ്. അല്ലദീ ഖലഖക്കും വല്ലദീ മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ മുമ്പ് സൃഷ്ടിച്ചവനായ അല്ലാഹു റബ്ബ്, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ, ഭൂമിയെ വിരിപ്പാക്കിയവൻ, ആകാശത്തെ കെട്ടിടം പോലെ സംവിധാനിച്ചവൻ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചവൻ. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അത് മുഖേന നിങ്ങൾക്ക് റിസ്ക്കായി ഉപജീവനമായി കൊണ്ട് പഴവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിച്ചവനാരോ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അപ്പോ റബ്ബു ഹുവൽ മഅബൂദ്, റബ്ബാകുന്നു മഅബൂദ്. റബ്ബല്ലാത്ത മഅബൂദില്ല. റബ്ബാരോ അവനാണ് മഅബൂദാവേണ്ടത്. സൃഷ്ടിക്കാത്തവൻ ആരാധിക്കപ്പെടാൻ പറ്റൂല, സംരക്ഷിക്കാത്തവൻ ആരാധിക്കപ്പെടാൻ പറ്റൂല. ഖൽഖ്, റിസ്ക്, ഇഹ്യാ, ഇമാതത്ത് തുടങ്ങി ഇതെല്ലാം ചെയ്യുന്നവൻ ആരാണോ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, നിങ്ങൾ ഇതെല്ലാം അറിയുന്നവരായിരിക്കെ ആ റബ്ബിനെ നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. അപ്പൊ അല്ലാഹുവിനെ ആരാധിക്കുന്നത് പറഞ്ഞു, റബ്ബിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. ഇതാണ് അടിസ്ഥാനം. ഖാല ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, അൽ ഖാലിഖു ലിഹാദിഹിൽ അശ്യാഇ ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ. അൽ ഖാലിഖു ലിഹാദിഹിൽ അശ്യാ, ഈ വസ്തുക്കളെല്ലാം സൃഷ്ടിച്ചവനാരോ, ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ, അവനാണ് ഇബാദത്ത് അർഹിക്കുന്നവൻ. സൃഷ്ടിക്കാത്തവന് ഇബാദത്തിന് അർഹതയില്ല. സൃഷ്ടിക്കുന്നവനെ, സൃഷ്ടിച്ചവനെ ഇബാദത്തിന് അർഹതയുള്ളൂ. അവിടെ ആരാണോ ഇതെല്ലാം സൃഷ്ടിച്ചത് അവനാണ് ഇബാദത്ത് അർഹിക്കുന്നവൻ എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയും ചെയ്യുന്നു. വഅൻവാഉൽ ഇബാദത്തി അല്ലതി അമറല്ലാഹു ബിഹാ, വഅൻവാഉൽ ഇബാദ, ഇബാദത്തിന്റെ ഇനങ്ങൾ, അല്ലതി അമറല്ലാഹു ബിഹാ, അല്ലാഹു കൽപ്പിച്ച ഇബാദത്തുകൾ അതേതൊക്കെയാണ്? അപ്പോൾ ഇബാദത്ത് അല്ലാഹുക്ക് മാത്രം എന്ന് പറഞ്ഞു. അല്ലാഹയാണ് മഅബൂദ്, റബ്ബാണ് മഅബൂദ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഇബാദത്തുകൾ? റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ, അതാണ് ഇബാദത്തുകൾ. നമ്മൾ ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ. മിസ്ലു അൽ ഇസ്ലാമി വൽ ഈമാനി വൽ ഇഹ്സാൻ, അതിന്റെ മൂന്ന് മർത്തബയാണ് ഇസ്ലാം, ഈമാന്, ഇഹ്സാൻ. ഇതാണ് മൊത്തം അസ്ലി. വമിൻഹു, അതിൽപ്പെട്ടതാണ് അദ്ദുആഉ, പ്രാർത്ഥന, വൽ ഖൗഫു, ഭയം, വർ റജാഉ, പ്രതീക്ഷ, വത്തവക്കുൽ, ഫലമേൽപ്പിക്കൽ, വർ റഗ്ബത്തു, ആഗ്രഹം പ്രകടിപ്പിക്കൽ, പ്രതീക്ഷ വയ്ക്കൽ, വർ റഹ്ബത്തു, ഭയമുണ്ടാവൽ, വൽ ഖുശൂഉ, ഭക്തി കാണിക്കൽ, വൽ ഖശ്യത്തു, പേടി, വൽ ഇനാബത്തു, അതിലേക്കുള്ള താഴ്മ, വിനയം, വൽ ഇസ്തിആനത്തു, സഹായമർത്ഥിക്കൽ, വൽ ഇസ്തിആനത്തു, അഭയം തേടൽ, വൽ ഇസ്തിഗാസത്തു, സഹായത്തിനായി അർത്ഥിക്കൽ, വൽ റബ്ഹു, അറവ്, വൽ നദറു, നേർച്ച, വഗൈറു ദാലിക, ഇതല്ലാത്തതും മിൻ അൻവാഇൽ ഇബാദ, ഇബാദത്തിന്റെ മറ്റു ഇനങ്ങൾ. അല്ലത്തി അമറല്ലാഹു ബിഹാ കുല്ലഹാ ഇല്ല, അല്ലത്തി അമറല്ലാഹു ബിഹാ, റബ്ബ് കൽപ്പിച്ച മറ്റു ഇനങ്ങളും, കുല്ലുഹാ, അത് മുഴുവനും, ലില്ലാഹി തആല, അല്ലാഹു തആലക്കാണ്. ഇതൊക്കെയാണ് ഇബാദത്ത്. അപ്പൊ ഏതാണ് ഇബാദത്ത് എന്ന് വെച്ചാൽ ഈ എണ്ണിപ്പറഞ്ഞതും അല്ലാത്തതുമായ അല്ലാഹു കൽപ്പിച്ച എന്തെല്ലാം കാര്യമുണ്ടോ അതൊക്കെ ഇബാദത്തുകളാണ്. അത് മുഴുവനും ലില്ലാഹി തആല, അല്ലാഹു തആലക്കാവണം. ഇതാണ് അസ്ലി, അതാണ് ഹനീഫിയത്ത്. അപ്പൊ ഹനീഫിയ എന്ന് പറഞ്ഞാൽ മില്ലത്ത് ഇബ്രാഹിം,
ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, അഥവാ ഇബാദത്ത് അല്ലാഹു തആലാക്ക് മാത്രം, റബ്ബിൽ പങ്കു ചേർക്കപ്പെടാതിരിക്കുക. എന്താ ഇബാദത്ത്? ഈ പറയപ്പെട്ട കാര്യങ്ങൾ, അല്ലാത്ത കാര്യങ്ങളും ഇതൊക്കെ റബ്ബിന് മാത്രമാവണം. വദ്ദലീലു, അത് തെളിവ് ഖൗലുഹു തആല, റബ്ബിന്റെ വചനമാണ്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. തീർച്ചയായും മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്, അതിനാൽ അവന്റെ കൂടെ ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. ഫമൻ സ്വറഫ മിൻഹാ ശൈഅൻ ലിഗൈരില്ലാഹ്, ഫമൻ സ്വറഫ മിൻഹാ ശൈഅൻ, ഇതിൽ വല്ലവരെയും വല്ലവനും തിരിച്ചുവിട്ടാൽ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക്, ഈ പറയപ്പെട്ട ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവർക്ക് വല്ലവരും സമർപ്പിച്ചാൽ ഫഹുവ മുശ്രിക്കുൻ കാഫിർ, അവൻ മുശ്രിക്കാണ്, അവൻ അവിശ്വാസിയാണ്. ഈ ഇബാദത്ത് അല്ലാഹുക്ക് മാത്രം, ഇബാദത്തിൽ വല്ലതും റബ്ബല്ലാത്ത വല്ലവർക്കും ഒരാൾ വകവെച്ചു കൊടുക്കുന്നുവെങ്കിൽ അവൻ പിന്നെ മുഅ്മിനല്ല, മുസ്ലിമല്ല. والدليل قوله تعالى ومن يدعو مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. സൂറത്ത് മുഅ്മിനുൽ അവസാനത്തെ ആയത്ത് ومن يدعو مع الله إلها آخر, പടച്ച റബ്ബിന്റെ കൂടെ വല്ല ഇലാഹിനോടും ആരെങ്കിലും ദുആ ചെയ്യുന്നുവെങ്കിൽ ലാ ബുർഹാൻ ലഹു ബിഹി, അവൻ അതിന് യാതൊരു തെളിവും തന്നെ ഇല്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അവന്റെ ഹിസാബ് റബ്ബിന്റെ പക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, തീർച്ചയായും അവിശ്വാസികൾ വിജയിക്കുകയില്ല. അപ്പൊ ആയത്ത് അവസാനിച്ചത് എങ്ങനെയാണ്? ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. തുടക്കമോ വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, പടച്ച റബ്ബിന്റെ കൂടെ മറ്റു ഇലാഹിനോട് ദുആ ചെയ്യുന്നുവെങ്കിൽ അവന് തെളിവില്ല എന്ന് പറഞ്ഞ അവസാനം പറഞ്ഞ അവിശ്വാസികൾ വിജയിക്കൂല. അപ്പൊ ഏതാണ് അവിശ്വാസി? ഈ പണി ചെയ്തവൻ. അപ്പൊ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം, ദുആ ആവട്ടെ മറ്റു ഇബാദത്തുകളാവട്ടെ അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിൽ പിന്നെ സ്ഥാനമില്ല. പ്രത്യക്ഷത്തോടെ മുസ്ലിമായി കണക്കാക്കിയേക്കാം, സൊസൈറ്റിയോ മുസ്ലിമായിരിക്കാം, പക്ഷെ അള്ളാഹിന്റെ കണക്കിന് ഒരു മുസ്ലിമായി പരിഗണിക്കൂല എന്നർത്ഥം. വഫിൽ ഹദീസി, ഹദീസിൽ വന്നിട്ടുമുണ്ട് അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന എന്നത് ഇബാദത്തിന്റെ മജ്ജയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുമുണ്ട്. ഹദീസ് സ്വഹീഹല്ല, പക്ഷെ ആശയം സ്വഹീഹാണ്. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന എന്നത് ഇബാദത്തിന്റെ മജ്ജയാകുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുമുണ്ട്. വദ്ദലീലു ഖൗലുഹു തആല, തെളിവ് അല്ലാഹുവിന്റെ വചനമാണ്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. വഖാല റബ്ബുക്കും, റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, എന്നോട് പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരമേകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്കുള്ള ഇബാദത്തിൽ നിന്ന് അഹങ്കാരം കാണിക്കുന്ന ആളുകൾ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, നിന്ദരായിക്കൊണ്ടവർ നരകത്തിൽ പ്രവേശിക്കുന്നവരാകുന്നു. അപ്പൊ ഈ ആയത്ത് ആദ്യം പറഞ്ഞത് ഉദ്ഊനീന, എന്നോട് ദുആ ചെയ്യൂ. പിന്നെ അപ്പുറത്തോ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതീന, ഇപ്പുറത്ത് ദുആ എന്ന് പറഞ്ഞു, അപ്പുറത്ത് ഇബാദത്ത് ചെയ്യുന്നു. അപ്പൊ ദുആയാണ് ഇബാദത്ത് എന്ന് കിട്ടി. അതാണ് ആ ഹദീസിന്റെ ആശയം, അദ്ദുആ മുഖുൽ ഇബാദ. അപ്പൊ ഹദീസ് ഉണ്ടെങ്കിലും ആ ആശയം ശരിയാണ്, പ്രാർത്ഥന എന്ന ഇബാദത്തിന്റെ മജ്ജയാണ്. അതുകൊണ്ടാണ് ആദ്യം ദുആ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു അൻ ഇബാദതി. ഈ ദുആയെ കുറിച്ചാണ് അവിടെ ഇബാദത്ത് എന്ന് പ്രയോഗിച്ചത്. വദലീൽ ഖൗഫി, ശൈഖ് എണ്ണി പറഞ്ഞ ഓരോന്നിനും തെളിവ് പറയാണ്. ഇബാദത്തിന് ഇനങ്ങൾ പറഞ്ഞല്ലോ, അവിടെ ദുആ, ഖൗഫ്, റജാ, റഗ്ബത്ത്, റഹ്ബത്ത്, ഖുശൂഅ്, ഖശിയത്ത്, ഇനാബത്ത്, തവക്കുല്, ദബ്ഹ്, നദർ എന്നിവയെല്ലാം അദ്ദേഹം എണ്ണി പറഞ്ഞു. ആ ഓരോന്നിനുമുള്ള തെളിവ്. വദലീലുൽ ഖൗഫി, ഭയം അല്ലാഹുവിനോട് മാത്രം. തെളിവെന്താണ്? ഖൗലുഹു തആല ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. വലാ തഖാഫൂ, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല. വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കുവീൻ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അപ്പൊ ഈമാൻ ഉണ്ടോ, വിശ്വാസികളാണോ എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെ മാത്രമാകുന്നു എന്നുള്ള പ്രത്യേകം എടുത്തു പറഞ്ഞു. ഖൗഫ് റബ്ബിനോട് മാത്രം. വദലീലുർ റജാഇ, റജാ പ്രതീക്ഷ അല്ലാഹുവിനോട് മാത്രം. തെളിവെന്താണ്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ
വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദ. ഫമൻ കാന യർജു, വല്ലവനും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ലിഖാ റബ്ബിഹി, തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സ്വാലിഹായ അമലവൻ ചെയ്യട്ടെ. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദ, റബ്ബിനുള്ള ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അവിടെ റജാ, ഫമൻ കാന യർജു, ആരാണോ റജാ വെക്കുന്നത്, പ്രതീക്ഷ വെക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പൊ റജാ റബ്ബിനോടാണ് ഉണ്ടാവേണ്ടത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. തവക്കുലി, തവക്കുലിനുള്ള തെളിവ് എന്താണ്? ഖൗലുഹു തആല, റബ്ബിന്റെ വചനമാണ്, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. വഅലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ഫതവക്കലു, നിങ്ങൾ തവക്കുലാക്കുവീൻ. റബ്ബിലാണ് നിങ്ങൾ ബലമേൽപ്പിക്കേണ്ടത്. തവക്കുൽ അല്ലാഹുവിനോടാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അവിടെ എങ്ങനെ പറഞ്ഞത്? മുഅ്മിനീങ്ങളാണോ എങ്കിൽ നിങ്ങൾ തവക്കുൽ അല്ലാഹുവിന്റെ മേലാവണം. വഖാല, മറ്റായത്ത് പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരാണോ റബ്ബിൽ തവക്കുലാക്കുന്നത് എങ്കിൽ അവന് അല്ലാഹ് മതി. അല്ലാഹുവിൽ തവക്കുലാക്കിയാൽ അവൻ അല്ലാഹു തആല മതി. അപ്പൊ തവക്കുൽ ഇബാദത്താണ്, അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലായി. അപ്പൊ റബ്ബല്ലാത്ത തവക്കുലാക്കിയാലോ ഇബാദത്ത് അവർക്ക് പോയി. അല്ലാഹു അല്ലാത്തവരെ തവക്കുലാക്കിയാൽ ആ ഇബാദത്ത് അവർക്ക് സമർപ്പിച്ചു. റബ്ബല്ലാത്തവരെ പ്രതീക്ഷ വെച്ചാൽ പ്രതീക്ഷയാകുന്ന ഇബാദത്ത് അവരിലേക്ക് സമർപ്പിച്ചു. റബ്ബല്ലാത്തവരെ ഭയപ്പെട്ടാൽ ഭയം എന്ന ഇബാദത്ത് അവരിലേക്ക് സമർപ്പിച്ചു. റബ്ബിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുക, റബ്ബിൽ ഭയം ഉണ്ടാവുക, വൽ ഖുശൂഇ, ഭക്തി കാണിക്കുക. ഇത് മൂന്നും ഒന്നിച്ച് ഖൗലുഹു തആല അല്ലാഹു പറഞ്ഞു, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊന റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിഈൻ. കഴിഞ്ഞ കാല അമ്പിയാക്കന്മാരെ പറ്റി പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഇന്നഹും, തീർച്ചയായും അവർ, കാനൂ, അവരായിരുന്നു, യദഊനനാ, ഞങ്ങൾ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു അവരൊക്കെ. വകാനൂ വയദഊനനാ, അവർ നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. റഗബൻ വറഹബ, പ്രതീക്ഷയോടെയും പേടിയോടെയും നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു അവരെല്ലാം. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് ഭക്തിയുള്ളവരുമായി ഖുശൂഉള്ളവരുമായിരുന്നു. ഒറ്റായത്തിന് റഗ്ബത്തും പറഞ്ഞു, റഹ്ബത്തും പറഞ്ഞു, ഖുശൂഉം പറഞ്ഞു. വദലീൽ ഖശ്യതി, ഈ ഖശ്യത്ത് ഭയം, അതിന് തെളിവെന്താണ്? ഖൗലുഹു തആല, ഫലാ തഖ്ശൗഹും വഖ്ശൗനി, നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത് എന്നല്ല പറഞ്ഞു. വദലീൽ ഇനാബത്തി, റബ്ബിനെ ഖേദിച്ചു മടങ്ങണം. തെളിവെന്താണ്? ഖൗലുഹു തആല, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, വഅനീബു ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ, വഅസ്ലിമൂ ലഹു, അവന് വഴിപ്പെടുകയും ചെയ്യുവീൻ. തിന്മകൾ മാറ്റിവെച്ച് നന്മയിൽ മുന്നേറി റബ്ബിലേക്കുള്ള മടക്കം, അതാണ് ഇനാബത്ത്. അനീബു, ഇനാബത്ത്, മുനീബ്, ഖേദിച്ചു മടങ്ങുന്നവൻ, അല്ലാഹുവിലേക്കുള്ള മടക്കമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്തിആനത്ത്, സഹായം തേടൽ അല്ലാഹുവിനോട് മാത്രം. തെളിവെന്താ? ഖൗലുഹു തആല, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി തേടുകയും ചെയ്യുന്നു. വഫിൽ ഹദീസി, ഹദീസിൽ വന്നിട്ടുമുണ്ട്, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, ഇദസ്തഅൻത, നീ സഹായം തേടുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോടാണ് നീ സഹായം തേടേണ്ടത് എന്ന് പ്രത്യേകമായി അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇസ്തിആനത്ത് റബ്ബിനോട് മാത്രമാണ്. ഇസ്തിആനത്തി, ഇസ്തിആനത്ത് അഭയത്തേട്ടം, ശരണം തേടുക, അഭയം തേടുക. ഭയം ഉണ്ടാകുമ്പോഴാണ് ഇസ്തിആനത്ത് ഉണ്ടാവുക. ഇസ്തിആന, ഇസ്തിഗാസ, ഇസ്തിആന, ഇത് മൂന്ന് പ്രയോഗങ്ങളാണ്. എല്ലാം ഒറ്റയ്ക്ക് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിക്കാം. ഇസ്തിആനത്തിന് ഇസ്തിഗാസ, ഇസ്തിഗാസക്ക് ഇസ്തിആന എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേ വാക്ക് ഉപയോഗിക്കാം. മൂന്നും ഒരേ സ്ഥലത്ത് പറയുമ്പോൾ മൂന്ന് അർത്ഥമായിരിക്കും. ഇസ്തിആനത്ത് നമ്മൾ സഹായം തേടാനുള്ളൂ. ഏത് സഹായത്തെടുത്തും ഇസ്തിആനത്ത് എന്ന് പറയാം. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിലെ സഹായത്തേട്ടങ്ങളാണ്. ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഉള്ള വിളിച്ചു തേട്ടം, അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഇസ്തിആന എന്ന് പറയുമ്പോൾ ഭയം ഉണ്ടാകുമ്പോഴുള്ള സഹായത്തേട്ടമാണ്. അതൊക്കെ ഇസ്തിആനത്താണ്. ഇസ്തിആനത്താണ്, ഇസ്തിഗാസ ഇസ്തിആനത്താണ്.
എന്നാൽ എല്ലാ ഇസ്തിആനത്തും ഇസ്തിഗാസയിക്കൊള്ളുന്നില്ല, എല്ലാ ഇസ്തിആനത്തും ഇസ്തിആനത്താകണമെന്നില്ല. തിരിച്ചു പറയാം, എല്ലാ ഇസ്തിഗാസയും ഇസ്തിആനത്താണ്. പ്രതിസന്ധി ഘട്ടത്തെ തേട്ടമാണ് ഇസ്തിഗാസ, അത് സഹായ തേട്ടമാണ്. എല്ലാ സഹായ തേട്ടവും പ്രതിസന്ധി ഘട്ടത്തേക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ഭയമുണ്ടാകുമ്പോഴുള്ള തേട്ടമാണ് ഇസ്തിആന, അഊദു, അത് സഹായ തേട്ടമാണ്. എല്ലാ സഹായ തേട്ടവും അഭയതേട്ടമാകണമെന്നില്ല. എന്തായാലും അഭയതേട്ടം റബ്ബിനോട് മാത്രം. പ്രതിസന്ധി ഘട്ടത്തിലെ സഹായാത്രകൾ അള്ളാഹുവിനോട് മാത്രം. എല്ലാ സഹായാത്രകളും അള്ളാഹുവിനോട് മാത്രം. ഇനി അല്ലാതെ അനുവാദമുള്ള ഇസ്തിആനത്തുമാർ ഉണ്ടാവും, മനുഷ്യന്മാർ തമ്മിലൊക്കെ ചെയ്യാൻ അനുവാദമുള്ള ഹറാമല്ലാത്ത ഹലാലായ വഴിക്കുള്ള സഹായ ചോദ്യങ്ങൾ, അത് പ്രത്യേകമെടുത്ത് അള്ളാഹു തആല പറഞ്ഞിട്ടുമുണ്ട്. ഇസ്തിആനത്തിനുള്ള തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വചനമാണ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖി വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നബിയെ താങ്കൾ പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബിനോടാകുന്നു ഞാൻ കാവൽ തേടുന്നത്, അഭയം തേടുന്നത്. ജനങ്ങൾ റബ്ബിനോടാകുന്നു ഞാൻ അഭയം തേടുന്നത്. അപ്പൊ അഭയത്തേട്ടം റബ്ബിനോട് മാത്രം. ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബ്, പുലരിയുടെ പ്രഭാതത്തിന്റെ റബ്ബ്. അതേപോലെ റബ്ബിൻ നാസ്, ജനങ്ങൾ രക്ഷിതാവാരോ അവനോടാകുന്നു എന്റെ സഹായത്തേട്ടം, അഭയത്തേട്ടം എന്ന് നബിയെ താങ്കൾ പറയുക. ഇസ്തിഗാസ മാത്രം തെളിവെന്താ? ഖൗലുഹു തആല, ഇദ് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു തആല പറഞ്ഞു, ഇദ് തസ്തഗീസുന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത രംഗം ഓർക്കുക. ഫസ്തജാബ ലക്കും, അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്തു. അവിടെ ഇസ്തിഗാസ, തസ്തഗീസൂന എന്ന പദം ഉപയോഗിച്ചത്. ഇസ്തിഗാസ, ഇസ്തഗീസു, ഇസ്തിഗാസ മാദിയാണ്, മുദാരിയാണ്, ഭൂതകാലക്രിയയാണ് ഇസ്തിഗാസ. അതിന്റെ വർത്തമാനകാലക്രിയയും ഭാവികാലക്രിയയുമാണ് യസ്തഗീസു. തസ്തഗീസൂന, നിങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്ന ആ രംഗം നിങ്ങൾ ഓർക്കണം. ഫസ്തജാബ ലക്കും, അപ്പോൾ നിങ്ങൾക്ക് അവൻ ഉത്തരം ചെയ്തു. അപ്പൊ ഇസ്തിഗാസ നബി നടത്തിയത് അള്ളാഹിനോടാണ്, സ്വഹാബി നടത്തിയത് അള്ളാഹിനോടാണ്. അള്ളാഹ് ഉത്തരം ചെയ്യുകയും ചെയ്തു. ആ ഇസ്തിഗാസ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. ഇനി അറുക്കൽ അള്ളാഹിന്റെ പേരിൽ മാത്രം, ബലികർമ്മങ്ങൾ, മൃഗങ്ങളെ ബലിയറുക്കൽ, അത് റബ്ബിന്റെ മാത്രം എന്ന് തെളിവെന്താണ്? ഖൗലുഹു തആല, അള്ളാഹുവിന്റെ വചനമാണ്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ, പറയുക നബിയെ, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നിസ്കാരം, വനുസുകി, എന്റെ ബലികർമ്മങ്ങളും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു. അപ്പൊ അവിടെ നുസുക്കിന് ആരാധനാ കർമ്മങ്ങൾ അർത്ഥമുണ്ട്, അതോടൊപ്പം ബലികർമ്മം എന്നും അർത്ഥമുണ്ട് നുസുക്കിന്. അപ്പൊ എന്റെ നിസ്കാരവും എന്റെ ബലികർമ്മവും അള്ളാഹുവിനാകുന്നു. ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരനുമില്ല. അപ്പൊ നിസ്കാരം മറ്റൊരാൾ കൊടുക്കാൻ പറ്റില്ല, ശരീക്കില്ല. നുസുക്ക് മറ്റൊരാൾക്കില്ല, കാരണം ശരീക്കില്ല. ശരീക്കുണ്ടെങ്കിലോ നുസുക്ക് ആ ശരീക്കിനും കൊടുക്കാം, പക്ഷെ ലാ ശരീക ലഹ്, അവന് പങ്കുകാരില്ല. വമിന സുന്നത്തി, സുന്നത്തിൽ നിന്നുമുള്ള തെളിവാണ്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്നവൻ, അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം ധരിച്ച ഹദീസ്, അഖ്റജഹു മുസ്ലിം കിതാബുൽ അലാഹി, സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ അലാഹി എന്ന അധ്യായത്തിലാണ് ബാബു തഹരീമിൽ ദബഹി ലിഗൈരില്ലാഹി തആല വലഅനി ഫാഇലിഹി എന്ന ബാബ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കൽ ഹറാമാണ് എന്നും അതിന് ചെയ്തവന് ശാപമുണ്ട് എന്നും പറയുന്ന അധ്യായം എന്ന അധ്യായം വരെ സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ആ അദ്ദേഹത്തെ കൊടുത്ത ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണിത്. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. 4 കാര്യം ഹദീസ് പറഞ്ഞത്. മൊത്തം ഹദീസിൽ 4 കാര്യത്തെ ശപിച്ചു എന്നുണ്ട്. അത് ഒന്നിലാണ് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, റബ്ബല്ലാത്തവർക്ക് വേണ്ടി ആരെ അറുത്തുവോ അവൻ അല്ലാഹു ശപിച്ചിരിക്കുന്നു. 2 ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിച്ചവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഉമ്മാനെ ബാപ്പാനെ ശപിക്കുക എങ്കിൽ അവൻ അള്ളാഹുവിന്റെ
ശാപമുണ്ട്. മൂന്നാമതായി ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർളി, ഭൂമിയിലെ അതിരുകളെ അടയാളങ്ങളെ മാറ്റപ്പെടുത്തിയവരെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. അയൽവാസിന്റെ മതില് അങ്ങനെ നീക്കുക, മറ്റൊരു അതിരിങ്ങനെ നീക്കുക, അവിടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് അന്യായമായി അവകാശമില്ലാത്തത് തന്റേതാക്കി മാറ്റുക, അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. ഒരു പുത്തനാശയത്തിന് അല്ലെങ്കിൽ പുത്തൻ ആശയക്കാരന് അഭയം നൽകിയവൻ, അവൻ അല്ലാഹു തആലയുടെ ശാപമുണ്ട്. മതത്തിൽ ബിദഅത്ത് കൊണ്ടുവരിക, ആ ബിദഅത്തിന് വെള്ളവും വളവും കൊടുക്കുക, അത് വളരെ ആവശ്യമായ സംവിധാനം ചെയ്തു കൊടുക്കുക, അവിടെ അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്നാണ്. ദീനിൽ ഒരു ബിദഅത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന ആളുകൾ, അതേപോലെ വന്ന ബിദഅത്തുകൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷണമേകിയവൻ. അപ്പൊ നാട്ടിൽ മഹല്ലിൽ പള്ളികളൊക്കെ കാണാം പല ബിദഅത്തുകളും. ആ ബിദഅത്തിന് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന കമ്മിറ്റിക്കാരുണ്ടാവും, അതിന് വേണ്ട ആളുകളുണ്ടാവും. അതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്, റബ്ബിന്റെ ശാപം കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ്. അപ്പൊ നാല് വിഭാഗം ആളുകൾക്ക് റബ്ബിന്റെ ശാപമുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഒരു അറിയിപ്പുള്ളത്, രജിസ്റ്റർ ചെയ്തിട്ട് പുസ്തകം കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ പുസ്തകം അവിടെ പുറത്ത് റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ പോയാൽ കൗണ്ടറിൽ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ നേർച്ച അള്ളാഹുവിന് മാത്രം. തെളിവെന്താണ്? ഖൗലുഹു തആല യൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. വിശ്വാസികൾക്ക് ഗുണം പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു യൂഫൂന ബിന്നദർ, അവർ നേർച്ചകളെ പൂർത്തീകരിക്കുന്നവരാകുന്നു. അപ്പൊ നേർച്ച പൂർത്തിയാക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. അത് റബ്ബിനുള്ള ഇബാദത്തിൽപ്പെട്ടതാണ് നേർച്ച എന്നുള്ളത്. അപ്പൊ ഈ നിലക്ക് എല്ലാ ഇബാദത്തും അല്ലാഹു തആലക്ക് മാത്രം. ഒന്നാമത്തെ അസ്ലാണ് മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തന്റെ റബ്ബിനെ അറിയലാണ് ഒന്നാമത്തെ അസ്ല്. എങ്ങനെ അറിയാം? അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ, അവന്റെ സൃഷ്ടികളിലൂടെ. ഇനി എന്താ ഇബാദത്ത്? അതാണ് ഈ പറഞ്ഞത്. ഇതെല്ലാം ഇബാദത്തിന്റെ ഇനങ്ങളാണ്. ഈ ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു തആലക്ക് മാത്രമാകുന്നു. ഇതാണ് ഒന്നാമത്തെ അസ്ല്. ഇനി രണ്ടാമത്തെ അസ്ലാണ്. അതിന് തോന്നുന്നു അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വെക്കാം. 2-3 അസ്ല് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഏതായാലും മൊത്തം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വേണം. ആദ്യം പറഞ്ഞത് 4 മസ്അലകൾ അറിയൽ നിർബന്ധമാണ്. ആരാ പറയാം? സബർ, ഇൽമ്, അമല്, ദഅവത്ത്, സബർ. ഏറ്റവും ചുരുക്കുമ്പോൾ അതിന് നോട്ട് ചെയ്ത് വെക്കുക. 4 മസ്അല അറിയൽ നിർബന്ധമായ 4 മസ്അലകൾ: ഇൽമ്, അമല്, ദഅവത്ത്, സബർ. ഇത് 4 നിർബന്ധമായും അറിയേണ്ട മസ്അലകളാണ്. തെളിവ് പറഞ്ഞു വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇമാം ഷാഫിഈ വചനം പറഞ്ഞു യൗമ അൻസലല്ലാഹു ജിത്റ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറ ലകഫതുഹും എന്ന് ഇമാം ഷാഫിഈ വചനം പറഞ്ഞു. ഇമാം ബുഖാരി ഹെഡിങ് കൊടുത്തത് പറഞ്ഞു അൽ ഇൽമു ഖബ്ല ഖൗലി വൽ അമൽ ബിഹി ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആയത്ത് ഇമാം ബുഖാരിയുടെ കൊടുക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞു 3 കാര്യം നിർബന്ധമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹുവാണ് സൃഷ്ടിക്കുകയും അവനാണ് റിസ്ക് നൽകുകയും ചെയ്തത്. അവൻ നമുക്ക് റസൂലുമാരെ പറഞ്ഞയച്ച് കൽപ്പനകൾ തന്നിരിക്കുന്നു. ആ റസൂൽ ആരനുസരിച്ചുവോ അവന് സ്വർഗമുണ്ട്, ആരനുസരിക്കേട് കാണിച്ചു അവന് നരകവുമുണ്ട്. 2, റബ്ബിന്റെ കൂടെ ഇബാദത്തിൽ മറ്റൊരാൾ പങ്കു ചേർക്കപ്പെടുക എന്ന് അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അത് മലക്കാണെങ്കിലും ശരി, നബിയാണെങ്കിലും ശരി എന്ന് പറഞ്ഞു. 3-ാമത്തെ കാര്യം, അള്ളാഹുവിനെ തൗഹീദ് അംഗീകരിക്കുകയും മുഹമ്മദ് നബിയെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരാൾ അല്ലാഹുവും റസൂലും എതിരെ പ്രവർത്തിക്കുന്ന ആളുകളുമായി സ്നേഹബന്ധം വെച്ച് പുലർത്തുകയില്ല. ഇതാണ് 3 കാര്യം പറഞ്ഞത്. പിന്നെ 2 കാര്യം പ്രത്യേകമായി പറഞ്ഞു. അള്ളാഹു കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. അള്ളാഹു വിരോധിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് ശിർക്കുമാണ്. തൗഹീദ് എന്നാൽ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് അല്ലാഹുക്ക് മാത്രമാക്കുക. ശിർക്ക് എന്നാൽ ദഅവത്തു ഗൈരില്ലാഹ്, റബ്ബല്ലാത്തവരോട് ദുആ ചെയ്യുക. ശേഷം പറഞ്ഞു ഏതാണ് 3 അസ്ലുകൾ എന്ന് ചോദിക്കപ്പെട്ടാൽ നീ പറഞ്ഞോ മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമ അല്ലാഹുവിനെ അറിയുക, ദീൻ അറിയുക, അവന്റെ നബിയായ മുഹമ്മദ് നബിയെ അറിയുക.
ഇത് മൂന്നുമാണ് അസ്ലിയായ മൂന്ന് കാര്യങ്ങൾ. ഇന്നലെ ഒന്നാമത്തെ പറഞ്ഞു റബ്ബിനെ അറിയാന്ന് പറയാൻ എന്താണ്? ആരാ റബ്ബ്? നമ്മെ സൃഷ്ടിച്ചവനാണ്, നമുക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും നൽകുന്നവനാണ്, ആലമീങ്ങളെ മുഴുവനും സംരക്ഷിക്കുന്നവരാകുന്നു എന്റെ റബ്ബ്. തെളിവ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ റബ്ബിന് മാത്രമാണ് ഇബാദത്ത് അർഹതയുള്ളത്. അർ റബ്ബു ഹുവൽ മഅബൂദ്, റബ്ബാകുന്നു മഅബൂദ്, അല്ലാത്തവർക്ക് മഅബൂദാവാൻ അവകാശമില്ല. ശേഷം എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞു, ഏതൊക്കെ ഇബാദത്ത് എന്ന് പറഞ്ഞു, ആ ഓരോന്നിനുമുള്ള തെളിവുകളും പറഞ്ഞു. അപ്പൊ ഈ കിതാബിന്റെ പ്രത്യേകതയാണ്, ശൈഖിന്റെ വക അല്ല ഒന്നും, എന്ത് പറയുമ്പോഴും വദ്ദലീലു, തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഖൗലാകുന്നു. അലി വമിന സുന്നത്തി വമിന ഹദീസി, ഹദീസിൽ സുന്നത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ ഖുർആനും ഹദീസും തെളിവ് പറഞ്ഞുകൊണ്ടല്ലാതെ ശൈഖ് ഒന്നും പറഞ്ഞിട്ടില്ല, സ്വന്തമായ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ രണ്ടാമത്തെ അസ്ല് അള്ളാഹ് ദീൻ അറിയുക എന്നാണ്. അതിന് വിശദമായി പറയും, എന്താ ദീന്, എങ്ങനെ അറിയേണ്ടതെന്നൊക്കെ പറയും. മൂന്നാമത്തെ അസ്ല് നബിയെ അറിയുക. അപ്പൊ ആരാ നബി? മുഹമ്മദ് നബിയുടെ ഏറ്റവും ചുരുങ്ങിയ ഉജ്ജീവ ചരിത്രം, നബി തങ്ങൾ ആരാണ്, നബി എന്താണ് പഠിപ്പിച്ചത്, നബിയുടെ കുടുംബം ഏതാണ്, എത്ര പ്രായം ജീവിച്ചു, എത്ര വയസ്സിലുണ്ടായി എന്നുള്ള ആ ചുരുങ്ങിയ ഒറ്റ പാരഗ്രാഫിൽ നബി തങ്ങളുടെ ജീവിതം അവിടെ പറയുകയും ചെയ്യും. ഈ മൂന്ന് അസ്ലുകളാണ് ഒരു മനുഷ്യൻ അനിവാര്യമായും അറിയേണ്ടുന്ന മൂന്ന് അസ്ലുകൾ. അതാണ് അൽ ഉസൂലു സലാസ, മൂന്ന് അസ്ലുകൾ, അല്ലെങ്കിൽ സലാസത്തുൽ ഉസൂൽ, രണ്ട് രൂപത്തിൽ പേരുണ്ട്. അതേപോലെ അൽ ഉസൂലു സലാസ വ അദില്ലത്തുഹ എന്നും അതിന് പേരുണ്ട്. മൂന്ന് അസ്ലുകളും അതിന്റെ തെളിവുകളും, അങ്ങനെയൊക്കെ കിതാബിന് പേരുണ്ട്. ശൈഖിന്റെ കിതാബുകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കിതാബാണ്. നേരത്തെ പറഞ്ഞപ്പോൾ ധാരാളം വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അതിന്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാരുടെ ക്ലാസ്സുകൾ പിന്നീട് കിതാബായി ഇറങ്ങിയതൊക്കെ കാണാൻ കഴിയും. ഏതായിരുന്നാലും നമ്മുടെ നിത്യജീവിതത്തിൽ അനിവാര്യമായും അറിയേണ്ടുന്ന മേഖലകളാണ് ഇതിലൂടെയൊക്കെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് നമുക്ക് ആയത്തുൽ ഹദീസും അടിസ്ഥാനമാക്കി പഠിപ്പിച്ചത്. ബാക്കി ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് കിട്ടിയാൽ നമുക്ക് ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. നമുക്ക് ഒരു ഡേറ്റ് കൂടി കണ്ട് ഇവിടെ നിങ്ങൾ ഉറപ്പിച്ചാൽ പിന്നെ മറക്കാൻ സാധ്യതയില്ല. ഏതായിരുന്നാലും ഇവിടുത്തെ ഒരു യൂത്ത് വിങ് ഇത്തരം ഒരു ദൗറ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളത് അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. ധാരാളം ആളുകൾക്ക് ഒരു വെളിച്ചമാവാൻ ഒരു നിമിത്തമായേക്കാം. ഇത്തരം ദൗറകൾ നമ്മുടെ സംഘടന ഔദ്യോഗികമായി ഇപ്പൊ ദർസ് എന്ന ഒരു സംവിധാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും തെരഞ്ഞെടുക്കപ്പെടുന്ന കേന്ദ്രങ്ങളിൽ പ്രത്യേകമായി ദർസ്, കിതാബ് അടിസ്ഥാനമാക്കിയുള്ള ദർസുകൾ അടുത്ത രചനയുമായി സഹകരിച്ചുകൊണ്ട് അതിന്റെ സംഘാടനം നമ്മുടെ മാതൃഘടകം, യൂത്ത് വിങ്, സ്റ്റുഡൻസ് വിങ് എല്ലാം ഒന്നിച്ച് ചെയ്യുകയും അതിന് വൈജ്ഞാനികമായ തരം രചന ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ദർസ് സംവിധാനം തന്നെ സംഘടന ഔദ്യോഗികമായി രൂപം നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ പ്രഖ്യാപനം വരും. അതനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലയിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇടങ്ങളിൽ കിതാബ് വെച്ചുകൊണ്ടുള്ള പഠനങ്ങൾ, താല്പര്യമുള്ള സ്ഥലങ്ങളിൽ താല്പര്യമുള്ള ആളുകൾക്ക് പഠിക്കാൻ അവസരം ഒരുക്കുക എന്നതാണ് ഇതിലൂടെ സംഘടന ലക്ഷ്യമാക്കുന്നത്. നമ്മളത് തുടക്കം കുറിച്ചു സംഘടന പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ യൂത്ത് വിങ് മുന്നോട്ട് വന്നു. വലിയ കാര്യമാണ്. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും ഖബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅൻ. അടുത്ത ഡേറ്റ് കൂടി കണ്ടാൽ നമുക്ക് ചർച്ചയ്ക്ക് പോകാം. ഏകദേശം നമുക്ക് എന്ത് നോക്കാൻ പറ്റും? എൻ്റെ ഡേറ്റാ വേണ്ടത്, ആയിക്കോട്ടെ, വല്ലാതെ വൈകണ്ടല്ലേ, ഒരു 2 ആഴ്ചക്കുള്ളിലേക്കൂടെ. ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്, അടുത്ത വെള്ളി അല്ലാത്ത വെള്ളിയാക്കിയാലോ? 26 വെള്ളിങ്ങനെ സൗകര്യം. 26 വെള്ളി മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ്. ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ വായിച്ചു പോയ വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ, ഏതൊരു ഭാഗം മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ വായിക്കണം എന്നാണെങ്കിൽ ഒന്നുകൂടെ വായിച്ചു തരാം, അല്ലെങ്കിൽ ആ ഭാഗത്ത് ക്ലിയർ ആയില്ല പറഞ്ഞു തരുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. ഇതുമായി ബന്ധപ്പെട്ട കിതാബുമായി ബന്ധപ്പെട്ടോ ഷെയ്ഖുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പൊതുവായി അറിയേണ്ട കാര്യമുണ്ടെങ്കിൽ അതും ചോദിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കേണ്ടത്. റബ്ബിനെ അറിയുക എന്നുള്ളതില് ബി ആയാത്തിഹി വ മഖ്ലൂഖാത്തിഹി എന്ന് പറഞ്ഞത്. അപ്പോ ഒരു സമൂഹം അവര് ഈ ആയാത്തുകളെ കൊണ്ടും അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൊണ്ടും അള്ളാഹുവിനെ അറിഞ്ഞു. എന്നാൽ അള്ളാഹുവിനെ തന്നെയാണ് ആരാധിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആരാധന എന്നുള്ള ഒരു കാര്യം ചെയ്യേണ്ടത് ആ റബ്ബിനാണ് എന്നുള്ളത് അവരറിയണം എന്നുണ്ടെങ്കിൽ ദലീലുമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ദലീല് കിട്ടാത്തൊരു സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ദലീൽ കിട്ടാത്തൊരവസ്ഥ ഇല്ല. അല്ലാഹു തആല റസൂലിനെ പറഞ്ഞയച്ചു, ഖുർആൻ ഇറക്കി.
അതോട് ദലീൽ സ്ഥാപിതമായി കഴിഞ്ഞു. ഇനി അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത ഓരോ മനുഷ്യന്മാർക്കും ഉണ്ട്. അല്ലാഹു തആല ഒരു നബിയെയും അയച്ചിട്ടില്ലെങ്കിലും ഒരു കിതാബും ഇറക്കിയിട്ടില്ലെങ്കിലും മനുഷ്യൻ സ്വീകരിക്കേണ്ടതാണ് തൗഹീദ്. അവന്റെ ഫിത്രത്താണ്. അത് നബി വന്റെ ആവശ്യമില്ല. അല്ലാഹു റഹ്മത്തുള്ള അല്ലാഹു നബിയെ പറഞ്ഞയച്ചു. ഇപ്പൊ തൗഹീദ് സ്വീകരിക്കാൻ ഒരു നബി വരേണ്ടതില്ല, ഒരു കിതാബും ഇറങ്ങേണ്ടതില്ല. ലോകത്ത് എല്ലാ അമ്പിയാക്കളും പറഞ്ഞത് തൗഹീദാണ്, എല്ലാ വേദഗ്രന്ഥവും പഠിപ്പിച്ച തൗഹീദാണ്. എന്നാൽ ഇബാദത്ത് എങ്ങനെ സമർപ്പിക്കണം അത് നബി വന്ന് പറഞ്ഞു തരണം. അല്ലാഹ്ക്ക് ഇബാദത്ത് എടുക്കണം മനസ്സിലാവും, ഏതൊക്കെയാണ് ഇബാദത്ത്, എങ്ങനെയാണ് ഇബാദത്ത്, നിബന്ധന എന്താണ്, ഇത് ഒരു നബി പറഞ്ഞെങ്കിലേ അറിയുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല നബിയെ പറഞ്ഞയച്ചു, അത് പഠിപ്പിച്ചു. അല്ലാഹ് ഖുർആൻ ഇറക്കി, നബിതങ്ങളെ നിയോഗിച്ചു. അതോട് തെളിവ് ഇവിടെ സ്ഥാപിതമായി കഴിഞ്ഞു. ഇനി എനിക്ക് അറിയില്ല എന്ന് പറയാൻ യഥാർത്ഥത്തിൽ ന്യായമില്ല. എനിക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് നിർവാഹമില്ല. അല്ലാഹു തആല അത് അംഗീകരിക്കുമെന്ന് പറയാൻ നമുക്ക് ന്യായമൊന്നുമില്ല. അറിഞ്ഞേ പറ്റൂ. കാരണം ദിവസം എല്ലാ നേരവും ഓൻ ശ്വാസം വയ്ക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഓൻ എല്ലാ കാര്യം നടക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ഇതൊക്കെ പാരാ തന്നതെന്ന് ഒരാലോചിച്ചാൽ വരാൻ പറ്റില്ലല്ലോ. അത് ആലോചിച്ചേ പറ്റൂ. ആലോചിച്ച് അല്ലാഹനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹ് എന്താ പറഞ്ഞത് അത് അന്വേഷിക്കണം. അപ്പൊ ഖുർആൻ പഠിക്കണം, നബിയെ കുറിച്ച് അറിയണം. ഇതൊക്കെ അവന് അനിവാര്യമായ ബാധ്യതയാണ്. അത് ഒരാൾക്ക് അറിഞ്ഞില്ല എന്ന് പറയാൻ ന്യായമില്ല, അവന് ഉദറുണ്ട് എന്ന് വിചാരിക്കാൻ നിർവാഹമില്ല. പിന്നെ ഒറ്റപ്പെട്ട മനുഷ്യന്മാർക്ക് അള്ളാന്റെ വലിയ റഹ്മത്ത് കൊണ്ട് വലിയ ഇളവും കൊടുത്തെങ്കിൽ ഉണ്ടാവും. അറിവില്ലായ്മ ഒരു ഇളവാണ് ദീനിൽ പല വിഷയത്തിലും, എല്ലാത്തിലും ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ അറിവില്ലായ്മ ഒരു ഇളവാണ്. പക്ഷെ അറിവില്ലായ്മക്കും ചില നിബന്ധനയൊക്കെ ഉണ്ട്. ഓൻ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഓ അങ്ങനെ കേട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല, നിനക്ക് അറിയില്ലാന്ന് പറഞ്ഞു, അത് പറ്റൂല. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, ഓനെ പഠിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് മരിച്ചുപോയി, അതൊക്കെ ഒരു അറിവില്ലായ്മയ്ക്ക് ന്യായമാണ്. ഇതൊന്നും സാഹചര്യമില്ലാത്ത ഏതോ ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഓൻ ജീവിക്കുന്നത്. അറിയാനും അന്വേഷിക്കാനും ഒന്നും യാതൊരു വഴിയുമില്ല. എങ്കിലും പക്ഷെ ഓനെ ജഹ്ല് എന്നുള്ളത് ഉദറായി കിട്ടിയേക്കാം. അല്ലാതെ നാട്ടിൽ കൂടി നടന്ന് എല്ലാത്തിനും ഇടപെട്ട് ഒരാവശ്യം എല്ലാം പഠിച്ച് എല്ലാ രംഗത്തും സജീവമായി പോണ മനുഷ്യനെ എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൻ തന്നെയാണ് ഉത്തരവാദി. ഓനെ കച്ചവടം അറിയാം, ഓനെ പിന്നെ ഇംഗ്ലീഷും മലയാളം അറബിയൊക്കെ അറിയാം, ഒരാവശ്യം എല്ലാ രംഗത്തും അറിയാം. അവിടെ ഒന്നും അറിവില്ലായ്മയില്ല. അല്ലാഹ് ദീൻ മാത്രം ഓൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ അതിന് ന്യായമില്ല. ഈ കാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ വ്യാപകമായി ഏത് ഭാഷയിലും എവിടെ നിന്നിട്ടും ആർക്കും പഠിക്കാൻ എന്ന് സംവിധാനങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരാൾക്ക് അറിവില്ല എന്ന് പറയാൻ ന്യായമുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു അക്ബർ. അതേപോലെ ഈ ഫലാ തഖാഫൂഹു എന്ന് പറഞ്ഞോടത്ത് ഈ ആ ഖൗഫ് ഇബാദത്താവുന്ന ഖൗഫാണ്. അതെ, ഫലാ തഖാഫൂഹും വഖാഫൂനി എന്ന് പറഞ്ഞു. അവിടെ ഒന്ന് പാടില്ലാത്തതും പറഞ്ഞു, മറ്റൊന്ന് പാടുള്ളതും പറഞ്ഞു. അവിടെ തഖാഫൂഹും എന്ന് പറഞ്ഞ ഖൗഫ് ഇബാദത്താകുന്ന ഖൗഫല്ല, വഖാഫൂനി എന്ന് പറഞ്ഞ ഖൗഫ് ഇബാദത്താകുന്ന ഖൗഫാണ്. മറ്റു മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടാണ്. നബിക്കെതിരെ അബൂ സുഫ്യാന് പടച്ചുവിട്ട ചില കുതന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. വമ്പൻ സൈന്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരിപ്പിച്ച പ്രചാരണം, മക്കയിൽ നിന്ന് ഒന്നാകെ ഒരു സംഘം വരുന്നു, മുഹമ്മദ് നബിയെയും സമൂഹത്തെയും ഇല്ലാതാക്കാൻ എന്ന് പ്രചരിപ്പിച്ച ഘട്ടമുണ്ടായിരുന്നു. ഉഹദിൽ നിന്ന് മടങ്ങുമ്പോൾ അബൂ സുഫ്യാൻ പ്രഖ്യാപിച്ചു, നമുക്ക് അടുത്ത കൊല്ലം ബദറിൽ വെച്ച് കാണാം. ആയിക്കോട്ടെ, കാണാമെന്ന് നബി ഏൽക്കുകയും ചെയ്തു. അപ്പൊ അടുത്ത കൊല്ലം നമ്മുടെ മൗഇദ് ബദറാണ് എന്ന് ആദ്യത്തെ കൊല്ലം ബദർ ഏറ്റുമുട്ടി, പിന്നെ ഉഹദ് ഉണ്ടായി. ആ ഉഹദിൽ നിന്ന് ഒരു ഘട്ടത്തിൽ ഒരിക്കലും ദേശം മെച്ചം കിട്ടിയെങ്കിലും മൊത്തത്തിൽ അവർക്ക് പരാജയം തന്നെ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. അപ്പൊ അവരതിന് പകരം കിട്ടാൻ വേണ്ടി അവരപ്പം തന്നെ ഡേറ്റ് നിശ്ചയിച്ചു, നമുക്ക് അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാം. നബി ഏറ്റെടുത്തു. അടുത്ത കൊല്ലമായപ്പോൾ ഒരു ഏറ്റുമുട്ടലിന് പറ്റുന്ന ഒരു സാമ്പത്തികാവസ്ഥ അല്ല മക്കയിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നത്. കച്ചവടം കുറച്ച് മോശമായിരുന്നു, ഒരു ചൂടുള്ള സമയമാണ്. പൊതുവെ അവർക്ക് വിചാരിച്ച പോലൊന്നും ഒരു സാമ്പത്തികാവസ്ഥ, അപ്പോൾ യുദ്ധത്തിന് ഇറങ്ങണമെങ്കിൽ അതിന് വലിയ ഫണ്ടും സൗകര്യങ്ങളും ഒക്കെ വേണം. അതൊന്നും പറ്റിയ സന്ദർഭമല്ല അപ്പോൾ. അപ്പൊ അബൂ സുഫ്യാനെ സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞു പോകുന്നതാണല്ലോ, അത് ലംഘിക്കാൻ പറ്റൂല. പക്ഷെ അത് പാലിക്കാനൊട്ട് സാഹചര്യവുമില്ല. അപ്പൊ എന്ത് ചെയ്യും? അബൂ സുഫ്യാൻ വലിയ തന്ത്രജ്ഞനാണ്. അന്ന് അബൂ സുഫ്യാൻ മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹം ഒരു ചെറിയൊരു തന്ത്രം പ്രയോഗിച്ചു. 2 ചാരന്മാരെ മദീനത്തേക്ക് പറഞ്ഞയച്ചു. നാട്ടിൽ കൂടി മൊത്തം ഇങ്ങനെ അങ്ങാടിയിലൊക്കെ ഇറങ്ങിയിട്ട്, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പീഡകൊലയൊക്കെ എന്നിട്ട് ഓരിങ്ങനെ മൊത്തത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി.
മക്കയിൽ നിന്നൊരു വമ്പൻ സൈന്യം വരുന്നുണ്ട്, ഒരു ഭയങ്കര സൈന്യം മക്കത്ത് നിന്ന് വരുന്നുണ്ട്, ഇതോടുകൂടി മൊത്തം മുഹമ്മദ് നബിന്റെയും ആളുകളെയും കഥ കഴിയും എന്ന് മൊത്തത്തിൽ പ്രചാരണങ്ങൾ അയച്ചു വിട്ടു. അപ്പൊ നാട്ടിൽ മൊത്തം ഈ ചർച്ച. അപ്പൊ അബൂ സുഫിയാൻ മനസ്സിലാക്കിയതാണ്, അത് കാണുമ്പോൾ പേടിച്ചിട്ട് പോലും വരൂല. ഇത്ര വലിയ സൈന്യം വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോ പേടിച്ചിട്ട് മുഹമ്മദും കൂട്ടരും വരൂല. അപ്പൊ നമുക്ക് പുറത്തത് ബദറിൽ പോയിക്കാണ്ട് മടങ്ങിപ്പോരാ, ഓടി വരാതെന്നാല് നമുക്ക് നേട്ടമായല്ലോ, എന്നാ വാക്ക് പാലിച്ചത് ആയും ചെയ്തു. അങ്ങനെ അബൂ സുഫിയാൻ ഏതാനും കുറച്ച് ആടെയും കൂട്ടി മക്കത്തുനിന്ന് പോയി. ബദറിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് മക്കത്തുനിന്ന് ഒരു ടീം പുറപ്പെട്ടു. ഒരു 2 ദിവസം ഇവിടെയൊക്കെ കറങ്ങിയിട്ട് വല്ലാണ്ട് പോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞ എന്ത് മുഹമ്മദ്, അവിടെ ആരും വന്നിട്ടില്ല, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാണ്ട് തിരിച്ചു പോയി. നബി ആണെങ്കിൽ സ്വഹാബത്തോട് പറഞ്ഞു, നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചേ പറ്റുള്ളൂ, നമുക്ക് ഒരുങ്ങി പോകാം, ആര് വന്നാലും വേണ്ടില്ല, എത്ര വലിയ ടീം വന്നാലും വേണ്ടില്ല, നമുക്ക് അല്ലാഹ് മതി. അതാണ് ഇപ്പോൾ അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ പേടിക്കണ്ടാന്ന്. ഇന്നമാ ദാലികും ശൈത്വാൻ യുഖവ്വിഫു ഔലിയാഹു. അത് ശൈത്താൻ അവന്റെ മിത്രങ്ങളെ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. നിങ്ങൾ പോലെ പേടിക്കാൻ പോണ്ട, നിങ്ങൾ ഇന്നെ പേടിച്ചോളൂ. അങ്ങനെയാണ് ഓരോ നമ്മൾ പോകാതെ ആര് വന്നാലും എന്താ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹ് മതി. ഒരു ബദറിലെത്തി അബൂ സുഫിയാനും ഇല്ല, സൈന്യവും ഇല്ല, അങ്ങനെ ആ പറയപ്പെട്ട ഒന്നുമില്ല. അവിടെ ഒരു ടീം വന്നിട്ടില്ല, ഒരാൾ ഉണ്ടായിട്ടുമില്ല എന്ന് മാത്രം. അവിടെ നല്ല ബിസിനസ് നടക്കുന്ന സമയമാണ്. അപ്പൊ ആ കച്ചവടത്തിൽ പങ്കെടുത്ത് കുറച്ച് ദിവസം അവിടെയൊക്കെ കൂടി വമ്പൻ ലാഭം കിട്ടി, ഓടി തിരിച്ചു പോവുകയും ചെയ്തു. അതാണ് ആ വിഷയം. അപ്പൊ അവിടെയാണ് ഈ ആയത്തിറക്കിയത്. വഖാഫൂനി എന്ന് പറഞ്ഞതാണ് ഇബാദത്താകുന്ന ഖൗഫ്. മറ്റൊരു സാധാരണ ഖൗഫാണ്, മനുഷ്യന്മാരെ പറ്റിയുള്ള ഭയമാണ്, സാധാരണ ഭയമാണ്. പക്ഷെ അവർ പ്രചരിപ്പിച്ച പ്രചാരത്തിൽ പെട്ടിട്ട് പേടിക്കേണ്ടതില്ല എന്നാണ് അവിടെ പറഞ്ഞത്. റബ്ബിന് സമർപ്പിക്കേണ്ട ഭയമോ അത് അഭൗതികമായ മാർഗത്തിലുള്ള അസ്ബാബുകൾക്കപ്പുറമുള്ള ഇബാദത്താകുന്ന ഭയമാണ്. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞ ഭയം അല്ലാഹുവാണ്. അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. മൻ അതാ റസൂല അഹദുല്ലാഹി ലാ യജൂസു ലഹു മുവാലാത്ത്. ഈ മുവാലാത്ത് ഇപ്പം നമ്മൾ അള്ളാഹിനെയും റസൂലിനെയും പിന്നെ അനുസരിക്കാത്ത ഒരാൾ, അദ്ദേഹത്തെ നമ്മൾ മുവാലാത്ത് പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ മുവാലാത്ത് കൊണ്ടുള്ള മിത്രമാക്കരുത് എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വിശദീകരിച്ചത്? മുവാലാത്ത് അൽ വലാ വൽ ബറാ എന്നുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ബന്ധവും ബന്ധ വിച്ഛേദനവും, അതാണ് വലാവും ബറാവും എന്നുള്ളത്. സത്യവിശ്വാസികളുടെ വിലായത്ത്, അവർക്കുള്ള മുവാലാത്ത്, അവർക്കുള്ള ആത്മബന്ധം, മൈത്രി ബന്ധം, സ്നേഹബന്ധം, അത് ദീനിന്റെ പേരിൽ മാത്രമാണ്. ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. സൂറത്ത് മാഇദയിലെ 55-ാമത്തെ ആയത്ത്. നിങ്ങളെ വലിയ അള്ളാഹുവാണ്, അവന്റെ റസൂലാണ്, വല്ലദീന ആമനു, സത്യവിശ്വാസികളുമാണ്. മറ്റൊരായത്ത് അല്ലാഹു പറഞ്ഞു വൽമുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം ആത്മമിത്രങ്ങളാകുന്നു. ആത്മമിത്രങ്ങൾ നമ്മളെ പരിഭാഷക്കാരൊക്കെ അർത്ഥം കൊടുക്കുന്നത് ഉള്ളുകള്ളിക്കാർ എന്നാണ്. ഉള്ളുകള്ളിക്കാർ എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സറിഞ്ഞ ആത്മാർത്ഥമായ സ്നേഹവും ബന്ധവും ഉണ്ടാവേണ്ടത് വിശ്വാസികൾ തമ്മിലാണ്. അല്ലാത്തവരുടെ മാനുഷികമായ ബന്ധങ്ങളാവാം. ഒരു ജാതി മതമൊന്നും നോക്കാതെ മാനുഷികമായ ബന്ധങ്ങൾ, ഒരു നന്മകൾ ചെയ്തു കൊടുക്കൽ, ഒരു സഹായിക്കൽ, അതൊന്നും ഇതിനെതിരല്ല. എന്നാൽ കുഫറിനോടും കുഫറിന്റെ അഹ്ലികാരോടും ഒരു എതിർപ്പുണ്ടാവുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. ഇപ്പൊ നേക്കിനെ പറഞ്ഞാൽ, നമ്മളെ ഉമ്മാനെ എടുത്ത് ചീത്ത അറിഞ്ഞാൽ നമുക്ക് അയാളുടെ വെറുപ്പുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ പറയോ ഓ പറഞ്ഞ ചീത്ത എനിക്ക് ഇഷ്ടമില്ല, നല്ല ഓനോട് കുഴപ്പമില്ല അറിയോ? ഓ പറഞ്ഞ ചീത്തയോടെ വെറുപ്പുള്ളൂ, ഓനോട് വെറുപ്പില്ല എന്ന് പറയുന്നത്. ഓനോട് വെറുപ്പുണ്ട്. ഓരോ വെറുപ്പ് എന്താണ്? ഇത് പറഞ്ഞു എന്നൊരു പേരിലാണ്. എന്നാൽ മാനുഷികമായ ബന്ധങ്ങളോ അതിന് പ്രശ്നമില്ല. അവനെ പറഞ്ഞല്ലോ, ആ പറഞ്ഞതിന്റെ പേരിൽ അവിടെ നമുക്കൊരു എതിർപ്പുണ്ട്. പടച്ച റബ്ബിനെ അനുസരിക്കാത്തവൻ, റസൂലിനെ അനുസരിക്കാത്തവൻ, അള്ളാഹ്ക്കെതിരായി പ്രവർത്തിക്കുന്നവൻ, ശിർക്ക് ചെയ്യുന്നവൻ, കുഫ്ർ ചെയ്യുന്നവൻ, റബ്ബിനും റസൂലിനും എതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരോട് ആ നിലയ്ക്കുള്ള ഒരു അകൽച്ച, അത് ഈമാന്റെ ഭാഗമാണ്, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ അകൽച്ച ഉണ്ടാകുമ്പോഴും മാനുഷികമായ ബന്ധങ്ങൾ നിലർത്തിപ്പോകാം. അത് ഇസ്ലാമിൽ മാത്രമല്ല, എല്ലാ മതത്തിലുമുള്ളതാണ്. ഇനി മതത്തിൽ മാത്രമല്ല, ഏത് രംഗത്തും ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്ത്, മതരംഗത്തൊക്കെ ഇതുണ്ടാകും.
ഒരു പാർട്ടി പ്രവർത്തിക്കുന്ന ആൾക്ക് അയാളുടെ പാർട്ടിക്കുള്ള ആളുടെ ബന്ധം അപ്പുറത്തെ എതിരായ പാർട്ടിനുണ്ടാവും? ഉണ്ടാവുന്നില്ല. കോൺഗ്രസിലുള്ള ആൾക്ക് കോൺഗ്രസിനുള്ള ബന്ധം ഒരു മാർക്സിസ്റ്റിനോട് ഉണ്ടാവില്ല. ഉണ്ടായാൽ കഴിഞ്ഞില്ലേ? അത് കുഴപ്പമില്ല, ഒരൊക്കെ ഒന്നാണ്, നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കൂടിയോടെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. അപ്പൊ ആത്മബന്ധങ്ങൾ, മൈത്രി ബന്ധങ്ങൾ, ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ, അത് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. അള്ളാഹിന്റെ പേരിൽ സ്നേഹിക്കുക, അള്ളാഹിന്റെ പേരിൽ വെറുക്കുക, ബന്ധം സ്ഥാപിക്കുക, ബന്ധം മുറിക്കുക. അത് ഇസ്ലാമിന്റെ ബേസാണ്, ഈമാന്റെ അടിസ്ഥാനമാണ്. അതാണ് അൽ വലാ വൽ ബറാ, മുവാലാത്ത്. അത് ആയത്ത് പറഞ്ഞത് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. അല്ലാഹുവിനോടും റസൂലിനോടും മത്സരബുദ്ധി കാണിക്കുന്നവരുമായി സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നവരായി എനിക്ക് വിശ്വാസികളെ കാണാൻ കഴിയില്ല. ഒരു സ്നേഹബന്ധമില്ല. എന്നെ കച്ചവടം ചെയ്യാം, ഓനെ കടയിൽ സാധനം വാങ്ങാം, ഓനെ സഹായിച്ചു കൊടുക്കാം, ഓനെ ബുദ്ധിമുട്ടുണ്ടോ ഓനെ നമുക്ക് സഹായിക്കാം, ഒന്നും പ്രശ്നമില്ല. മാനുഷികമായ ബന്ധങ്ങൾക്ക് നടത്താം. എന്നാൽ മനസ്സറിഞ്ഞ ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ എന്നുള്ളത് ഈമാൻ അടിസ്ഥാനത്തിലാണ് വിശ്വാസികൾ സ്ഥാപിക്കേണ്ടത്. അത് അത്രേ പറ്റുള്ളൂ. അത് അവർ തമ്മിലുണ്ടാവും, അത് വേറെ. അത് അള്ളാഹു എടുത്തു പറഞ്ഞു. അവർ തമ്മിൽ അവർക്ക് മുവാലാത്ത് ഉണ്ടാവും. വിശ്വാസികൾ പരസ്പരം മുവാലാത്തുള്ളത് പോലെ തന്നെ അവിശ്വാസികൾ പരസ്പരം ഒരു മുവാലാത്ത് ഉണ്ടാവും. അത് അവരുടെ ദീന്റെ ഭാഗമാണ്. ഏത് മതക്കാർക്കുണ്ടാകും. ആ മതത്തിന്റെ ആളുകൾ തമ്മിലുള്ളൊരു ആത്മബന്ധം, ഒരു ആദർശബന്ധം ഉണ്ടാകും. അത് ഇസ്ലാമിലുമുണ്ട്. ഇസ്ലാമിന്റെ പേര് വിശ്വാസികൾ തമ്മിലുണ്ടാകുന്ന ഒരു ആത്മബന്ധം, അതാണ് വിലായത്ത്, അതാണ് മുവാലാത്ത്, വലാ. ആ വലാ വിശ്വാസി കൂടെ ഉള്ളൂ. അല്ലാത്തൊരു ബറാ ആണ്. ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങളുമായി ബുറാഅാണ്, അദാവത്താണ്, ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഉസ്മത്തുണ്ടെന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അപ്പൊ ശിർക്കിനോട്, കുഫറിനോട് ഒരു വെറുപ്പുണ്ട്. ആ കാരണത്താൽ അതിന്റെ ആളുകളോടും ഒരു അകൽച്ചയുണ്ട്. ശിർക്കിന്റെ ആളുകളോട്, കുഫറിന്റെ ആളുകളോട്. ശിർക്കിനോടെ വെറുപ്പുള്ളൂ, കുഫറിനോടെ വെറുപ്പുള്ളൂ, അതിന്റെ ആളോട് വെറുപ്പില്ല എന്നല്ല, ആളോടും വെറുപ്പുണ്ട്. ആ വെറുപ്പ് എന്തിന്റെ പേരിലാണ്? കുഫറിന്റെ പേരിലാണ്. ആ വെറുപ്പ് അയാൾ കുഫർ ഉണ്ട് എന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ശിർക്കുണ്ട് എന്നത് കൊണ്ടാണ് വെറുപ്പുള്ളത്. അല്ലാത്ത വെറുപ്പൊന്നുമില്ല, അല്ലാത്ത വെറുപ്പില്ല. അയാൾ മനുഷ്യരാണെന്ന് നമുക്ക് വെറുപ്പില്ല. പക്ഷെ അയാൾ കുഫറുള്ള ആളാണ്, ശിർക്കുള്ള ആളാണ്. അവിടെ ശിർക്കിനോടും കുഫറിനോടും വെറുപ്പുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനാളും വെറുപ്പുണ്ടാവും. മദ്യപാനത്തോട് വെറുപ്പുണ്ടെങ്കിൽ മദ്യപാനിയോട് വെറുപ്പുണ്ടാവും. എങ്ങനെ വെറുപ്പ്? മദ്യപാനിയാണ് എന്ന കാരണം കൊണ്ടാണ്. വ്യഭിചാരത്തോട് വെറുപ്പുണ്ടെങ്കിൽ വ്യഭിചാരിയെ വെറുക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, അവന് വ്യഭിചരിച്ചു എന്ന ആ കാരണത്താലാണ്. അത് എപ്പോൾ ഒഴിവാക്കിയോ അത് കഴിഞ്ഞു. അവിടെ എന്ന് വ്യഭിചാരം അവസാനിപ്പിച്ചുവോ, എന്ന് മോശം അവസാനിപ്പിച്ചുവോ, എന്ന് പലിശ അവസാനിപ്പിച്ചുവോ, അതോടെ ആ വെറുപ്പ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒന്നുമില്ല, പൂർണ്ണമായി മനസ്സീകരിക്കും. കുഫറും ശിർക്കും എന്ന് അവസാനിപ്പിച്ചുവോ പിന്നെ അതിന്റെ പേര് ഒരു വെറുപ്പും പിന്നെ ഉണ്ടാവില്ല. അതെല്ലാം പൂർണ്ണമായും ഒഴിവാക്കി മനസ്സറിഞ്ഞ് അവനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യും. അതാണ് വലാവും ബറാവും എന്ന് പറയുന്ന ദീനിന്റെ അടിസ്ഥാനം. ഇതിന്റെ പ്രത്യേകം പേരുണ്ട്, വലാ ബറാ പ്രത്യേകം വിശദമായി വരികയും ചെയ്യും. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും. റജാഉം ഖൗഫും പ്രതീക്ഷയും പേടിയും. അപ്പോൾ റഹബത്തും പ്രതീക്ഷയും പേടി, അപ്പോൾ രണ്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം? അതായത് നമ്മൾ മറ്റേ വിഷയം പറഞ്ഞ പോലെ തന്നെയാണ്. പലപ്പോഴും ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ തന്നെയാണ് ഖൗഫ്, റജാ എന്നതൊക്കെ. എന്നാൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അതൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ആ ഓരോന്നും തന്നെ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഖൗഫ്, ഭയം എന്ന് പറയുമ്പോൾ എല്ലാ ഭയവും ഒരു ഭാഗത്താണോ? അല്ല. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയങ്ങളുണ്ട്. ഖൗഫുൻ ത്വബീഇ എന്ന് പറയും. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയങ്ങൾ, ഒരു നായനെ കണ്ടാൽ പേടിക്കുന്നു, പാമ്പിനെ കണ്ടാൽ പേടിക്കുന്നു, കള്ളന്മാരെ ഉണ്ട് പറഞ്ഞാൽ പേടിയാകുന്നു. ഈ ഭയം ഇബാദത്തായ ഭയമല്ല, അത് ഖൗഫുൻ ത്വബീഇയാണ്, മനുഷ്യന്റെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഭയമാണ്. അതേപോലെ അതല്ലാത്ത മറ്റു ചില കാര്യങ്ങൾ വരുന്ന ഭയം ഉണ്ടാകും, ഇബാദത്തായ ഭയം. അത് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കാര്യകാര ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഭയം എന്ന് സാധാരണ പറയാറുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആണ് റജാ. ഖൗഫ് ഭയം, അതിന് ഓപ്പോസിറ്റ് പ്രതീക്ഷ, റജാ എന്നുള്ളത്. അതേപോലെ ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളാണ് റഹബത്ത്, റഹബത്ത്. യഥാർത്ഥത്തിൽ തമ്മിൽ വ്യത്യാസം വെച്ചാൽ റഹബത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ മാത്രമല്ല, അവനിലേക്ക് ചെല്ലാനുള്ള ഒരു താല്പര്യം കൂടി ഉണ്ടാവും. ഒരു പ്രതീക്ഷ വെക്കുകയും അത് നേടാൻ ആവശ്യമായ, ആ പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തിയിലേക്ക് എത്താൻ ആവശ്യമായ പരിശ്രമം
അത് നടത്തുകയും ചെയ്യുന്ന പ്രതീക്ഷയാണ് റഗ്ബത്ത് എന്ന് പറയുന്നത്. റജാ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും നേടാൻ വേണ്ടി അതിനായിട്ട് പണിയെടുത്ത് അതിന്റെ പിന്നാലെ കൂടി അതിലേക്ക് പോകാൻ ശ്രമിക്കാം. അതാണ് ശരിക്ക് റഗ്ബത്ത്. ഖൗഫ് ഭയമാണ്, റഹ്ബത്ത് അതിന്റെ ഓപ്പോസിറ്റ്. ഭയം ഉണ്ടാകുക എന്ന് മാത്രമല്ല, ആ ഭയം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകണം എന്നതൊക്കെ ഉണ്ടാകുന്നതിനാണ് റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാ റഹ്ബത്തും ഖൗഫായിരിക്കും, എല്ലാ ഖൗഫും റഹ്ബത്താകണമെന്നില്ല. എല്ലാ റഹ്ബത്തും റജാ ആയിരിക്കും, എല്ലാ റജാവും റഹ്ബത്താകണം എന്നില്ല. അപ്പൊ ചിലത് നമുക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷെ കിട്ടുകയും കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ടതേ ഉള്ളൂ. ചിലത് അങ്ങനെയല്ല. ചിലത് കിട്ടാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ച് നമ്മൾ എവിടെയും പോകാനും ഏത് സമയത്ത് ചെല്ലാനും ഒക്കെ റെഡി, നമുക്ക് കിട്ടിയേ പറ്റൂ. ആ നിലക്കുള്ള പ്രതീക്ഷ, അതാണ് ശരിക്കും റഗ്ബത്ത് എന്ന് പറയാം. അതേപോലെ ഭയം, ചിലത് നമുക്ക് ഭയം ഉണ്ടാകും, പക്ഷെ നമ്മൾ മുൻകരുതൽ ഒന്നും എടുക്കൂല, നമുക്ക് പേടിയാണ്, ഒന്ന് ശ്രദ്ധിക്കുക മാത്രമേ ഉള്ളൂ. ചില പേടി അങ്ങനെയല്ല. ആ പേടി ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കാര്യം നമ്മെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം മുൻകരുതൽ വേണമോ അതൊക്കെ ചെയ്തു വെക്കും. ഒരു നിലക്കും അതിലേക്ക് എത്തിപ്പെടാതൊക്കെയുള്ള പണി വൻ ചെയ്യും. അതാണ് റഹ്ബത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നും പറയുമ്പോൾ ഖൗഫ് വേറെ, റഹ്ബത്ത് വേറെ, റഹ്ബത്ത് വേറെ, റജാ വേറെ. എന്നാൽ ഒന്നിച്ചു ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയും മലയാളത്തിൽ പറയുമ്പോൾ ഒക്കെ നമ്മൾ ഭയം, പേടി എന്നൊക്കെ പറയും. മലയാളത്തിലൊക്കെ ഒന്ന് തന്നെയാണ്. അറബിൽ ഈ ഓരോ പദവും ഓരോരോ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നാണ് ഇതിൽ ഇസ്തിയാനത്ത് പറഞ്ഞില്ലേ, അത് ഇതില് പറഞ്ഞ ഇസ്തിയാനത്ത് മുഴുവൻ ശിർക്കാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് പറയില്ലേ ശിർക്കായതും ശിർക്കല്ലാത്തുണ്ട് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇബാദത്തിനെ പറ്റിയാണ് ചർച്ച. അതുകൊണ്ട് ഇബാദത്താണ് ഇസ്തിയാനത്താണ് ഷെയ്ഖ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് തെളിവ് കൊടുത്തപ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് കൊടുത്തതും. അല്ലാതെ ലോകത്തിലെ എല്ലാ ഇസ്തിയാനത്തും ഇബാദത്താണ് ഇസ്തിയാനത്തല്ല. ഇവിടെ ചർച്ച ഇബാദത്താകുന്ന ഖൗഫ്, ഇബാദത്താകുന്ന റജാ, ഇബാദത്താകുന്ന ഖുശൂഅ്, ഖശ്യത്ത്, ഇനാബത്ത് ഒക്കെയാണ്. എന്നതുപോലെ തന്നെ ഇബാദത്താകുന്ന ഇസ്തിയാനത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത്. അപ്പോഴാണ് തെളിവ് കൊടുത്തപ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്നാൽ അല്ലാത്ത ഇസ്തിയാനത്തുണ്ട്, ഇബാദത്ത് ആവാത്ത ഇസ്തിയാനത്തുകൾ. അപ്പൊ ഇവിടെ തന്നെ ശറഹിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, വ്യത്യസ്ത ഇനങ്ങളാണ് ഇസ്തിയാനത്ത്. അൽ ഇസ്തിയാനത്ത് ത്വലബുൽ ഔൻ, സഹായം തേടുക എന്നാണ്. അത് വ്യത്യസ്ത ഇനമാണ്. ഒന്ന് അൽ ഇസ്തിയാനത്തു ബില്ലാഹ്, റബ്ബിനോട് നടത്തുന്ന ഇസ്തിയാനത്തുകൾ, അതാണ് ഈ പറഞ്ഞ ഇബാദത്ത്. അതിന്റെ പ്രത്യേകത എന്താണ്? കമാലുൽ ദുല്ലി മിൻ അബ്ദിൽ റബ്ബിഹി വ തഫ്വീദുൽ അംരി ഇലൈഹി, പരിപൂർണമായ വിജയത്വം, കീഴ്പ്പെടൽ, എല്ലാം റബ്ബിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അവൻ മതി എന്ന് വിശ്വസിക്കുക. ആ നിലക്കുള്ള സഹായത്തേട്ടങ്ങൾ അത് റബ്ബിനോടെ ഉണ്ടാകൂ, റബ്ബിനോടെ ഉണ്ടാകാവൂ. അതാണ് ഒരു ഇനം. മറ്റൊന്ന് അൽ ഇസ്തിയാനത്ത് ബിൽ മഖ്ലൂഖി, സൃഷ്ടിയോട് സഹായം ആവശ്യപ്പെടുക. അല അംരിൻ യഖ്ദിറു അലൈഹി, ആ സൃഷ്ടിക്ക് കഴിവുള്ള കാര്യത്തിൽ, ഒരു സൃഷ്ടിക്ക് കഴിയുന്ന കാര്യത്തിൽ ആ സൃഷ്ടിയോട് സഹായം ചോദിക്കുക. അല ഹസബിൽ മുസ്തആനി അലൈഹി, അവിടെ അവൻ സഹായം തേടപ്പെടുന്ന ആ കാര്യത്തിനനുസരിച്ച് ആയിരിക്കും ഉണ്ടാവുക. അവിടെ എന്താണ്? അതാ ഒരു പുണ്യകർമ്മത്തിലാണെങ്കിൽ ജായിസാണ്. ഇനി അല്ല ഹറാമിലാണ്, കുറ്റകൃത്യത്തിലാണെങ്കിലോ അല ഇസ്മിൻ ഹറാമുൻ, ഒരു കുറ്റകൃത്യത്തിലാണെങ്കിലോ അത് ഹറാമായ കാര്യവുമാണ്. മോഷ്ടിക്കാൻ പോകാൻ വേണ്ടി ഒരാൾ സഹായിക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനും പറ്റില്ല, ചോദിച്ചാലോട്ട് സഹായിക്കാനും പറ്റും. രണ്ടാക്കും ഹറാമായി മാറുന്നു. ഹയ്യായ ഹാലിറായ സൃഷ്ടി, ജീവിച്ചിരിപ്പുള്ള സന്നിഹിതമായ സൃഷ്ടി, ഓയിരി ഖാദിർ എന്നാലോ കഴിയാത്ത കാര്യമാണ്, ആ സൃഷ്ടിന്റെ കഴിവിൽ പെടാത്ത കാര്യമാണ് എങ്കിൽ ഫഹാദിഹി ലഗ്വുൻ ലാ ത്വഅല തഹ്തഹു, അത് പിന്നെ കാര്യമൊന്നുമില്ല, വൃഥാവിലായി പോകും. അയാൾ മുമ്പിലുണ്ട്, അയാൾ ഹാലിറാണ്, അയാൾ ഹയ്യാണ്, ചോദിച്ച കാര്യം അയാൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ചോദിച്ചെന്താ ഉണ്ടാവുക? ആ ചോദ്യം പുറത്താവും. അല്ല പ്രത്യേകിച്ചോണ്ട് കാര്യം ചെയ്യും, മാത്രമല്ല അവന്റെ കാര്യമിട്ട് നേടാൻ കഴിയുകയുമില്ല. 4 അൽ ഇസ്തിആനത്തു ബിൽ അംവാതി മുത്ലഖൻ, മരിച്ചവരുടെ സഹായം തേടുക, അത് ആരാവട്ടെ എന്താവട്ടെ, ഏത് സഹായമായാലും ശരി. ഔ ബിൽ അഹ്യാഇ, അല്ലെങ്കിൽ ജീവിച്ചു പോലുള്ള തേടുക. അല അംറിൻ ഗായിബിൻ, അദൃശ്യമായ കാര്യത്തിൽ. ഒന്നിൽ മരിച്ച ആളോട് എന്ത് ചോദിച്ചാലും കാരണം അവിടെ അതേ ഉള്ളൂ, അല്ലാത്ത ചോദ്യമില്ല. ജീവിച്ചിരിക്കുന്നവരോട് ഗായിബായ അദൃശ്യമായ കാര്യം ചോദിക്കുക.
ലാ യഖ്ദിറു അലാ മുബാശറതിഹി, അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് എങ്കിൽ ഫഹാദ ശിർക്കുൻ, അത് ശിർക്കുമാണ്. ലഅന്നഹു ലാ യഖഉ ഇല്ലാ മിൻ ശഖ്സിൻ യഅ്തഖിദു അന്ന ലിഹാഉലാ തസറുഫൻ ഖഫിയൻ ഫിൽ കൗനി. കാരണം ആ ചോദ്യം പിന്നെ ചോദിക്കണമെങ്കിൽ അവർക്ക് എന്തോ ചില കഴിവുകളുണ്ട്, പ്രപഞ്ചത്തിൽ ഇടപെടാനുള്ള ഒരു സംവിധാനമുണ്ട് എന്ന വിശ്വാസം ഉണ്ടെങ്കിലേ ആ ചോദ്യം വരുള്ളൂ. അതുകൊണ്ട് ശിർക്കാണ്, അല്ലെങ്കിൽ ചോദിക്കൂല. അപ്പൊ മൊയ്തീൻ ശൈഖ് എന്താണ്, മൊയ്തീൻ ശൈഖ് എന്തോ ഒരു കഴിവുണ്ട് വിശ്വസിച്ചിട്ടാണ്. മൊയ്തീൻ ശൈഖിനെ അപ്പാനെ വിളിക്കില്ല, അമ്മാനെ വിളിക്കില്ല, ജ്യേഷ്ഠന്മാരെ അഞ്ചന്മാരൊന്നും വിളിക്കില്ല, മൂപ്പരെ മാത്രം വിളിക്കുകയാണ്. അപ്പൊ മൂപ്പർക്ക് എന്തോ കഴിവുണ്ട്, വാപ്പാക്കും ഉമ്മാക്കും ഇല്ലാത്ത കഴിവ് മൂപ്പർക്ക് എന്തോ ഉണ്ട്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ചോദിക്കുള്ളൂ. അതുകൊണ്ട് ആ തേട്ടം ശിർക്കായ തേട്ടവുമാണ്. അഞ്ചാമത് ശൈഖ് ഇബ്നു ഉസൈമീൻ പറയാണ്, അൽ-ഇസ്തിആനത്തു ബിൽ അഅ്മാലി വൽ അഹ്വാലിൽ മഹ്ബൂബത്തി ലില്ലാഹി തആല, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക വഴിയുള്ള സഹായ തേട്ടം. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, അല്ലാഹു പറഞ്ഞല്ലോ സബർ കൊണ്ട് നിങ്ങൾ സഹായം തേടുക, സ്വലാത്ത് കൊണ്ട് നിങ്ങൾ സഹായം തേടുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വഹാദി മശ്റൂഅത്തുൻ, അത് മതം പഠിപ്പിച്ച കാര്യവുമാണ്. അപ്പൊ ഇസ്തിആനത്തിന് പല രൂപത്തിലാണ്. ഇവിടുത്തെ ചർച്ച ഏതാണ്? ഇബാദത്താകുന്ന ഇസ്തിആനത്ത്, അത് അല്ലാഹുക്ക് മാത്രം. തെളിവ് വഇയ്യാക നസ്തഈൻ വഇസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്. അത് റബ്ബല്ലാത്തതിലേക്ക് പോയാൽ അത് ശിർക്കായി. അല്ലാത്ത റബ്ബിലേക്ക് പോയാലോ അത് ശിർക്കാകുന്നില്ല. ഈ പറഞ്ഞ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാവാം. ചിലത് ജായിസാകും, ചിലത് ഹറാമാകും, ചിലത് പക്ഷെ ശിർക്കായി മാറുന്ന രീതികൾ ഉണ്ടാവുകയും ചെയ്തേക്കാം. എന്താണെങ്കിലും തൗഹീദിന്റെ വിശദാംശങ്ങൾ, ദീനിന്റെ അഖീദയുടെ അടിസ്ഥാനങ്ങൾ ഒക്കെ പരമാവധി ദലീൽ അടിസ്ഥാനമാക്കി പഠിക്കാനും പ്രാവർത്തികമാക്കാനും എല്ലാം നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ഫിത്നകൾ ദീനിന്റെ വഴിയിൽ വ്യത്യസ്തമായ തരത്തിൽ വരുന്ന ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകവ്യാപകമായിട്ടതുണ്ട്. പല വഴിയിലൂടെ ഫിത്നകൾ വരികയാണ്. ഓരോ ഫിത്നകളും ഒരുപാട് മനുഷ്യന്മാരെ ഈമാനാണ് തെറ്റിപ്പോവാൻ നിമിത്തമായി മാറുന്നത്. അതുകൊണ്ട് വലിയ ജാഗ്രത ആ രംഗത്ത് ആവശ്യമുണ്ട്. അതിനെല്ലാമുള്ള പ്രതിവിധിയാണ് അറിവുണ്ടാവുക എന്നുള്ളത്. ഇൽമ് വലിയ മഹത്വമുള്ള കാര്യമാണ്. അപ്പൊ അതിനുള്ള വഴിയാണ് ഇതൊക്കെ. ഫിത്നകൾ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു കവചമായി അറിവിനെ, അതേപോലെ ഈമാനെ ഒക്കെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പരമാവധി ആ വഴി നമുക്ക് സഞ്ചരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മയുടെ വഴിയിലും മുന്നേറാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.